ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, കിഷ്കിന്ധാകാന്ഡം. എല്ലാവർക്കും നമസ്കാരം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സീത അന്വേഷണ ഉദ്യോഗം. സീതയെ അന്വേഷിച്ച് പോകുന്ന ആണ്. ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തിപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ പാർത്തരുളേണം ആദരാൽ. ലക്ഷ്മണനും സുഗ്രീവനും കവികുലങ്ങളെല്ലാം കൂടെ ഭഗവാനെ കാണാൻ, ശ്രീരാമനെ കാണാൻ പർവ്വതത്തിന് മുകളിൽ പോയി. കവികളെല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു അവരെ ഒന്ന് അനുഗ്രഹിക്കണം, അവർ തിരക്കാൻ പോകുകയില്ലേ. അപ്പോൾ ഭഗവാൻ തന്നെ ഒന്ന് തൃക്കൺ പാർത്ത് അരുളേണം അവരോട്. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ. ഈ കാണുന്ന ഈ മർക്കടന്മാർ, കുരങ്ങന്മാരെല്ലാം ഭഗവാന്റെ തൃക്കാൽക്കൽ, ഭഗവാന്റെ കാൽക്കൽ വേല ചെയ്യാൻ വന്നവരാണ്. അത് സീതയെ അന്വേഷിക്കുന്ന ഭഗവാന്റെ കാൽക്കലത്തെ ജോലി പോലെയാണ്. അതുകൊണ്ട് അവരെ ഒന്ന് തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കണം ഭഗവാൻ എന്ന് പറഞ്ഞു. നാനാ കുല അചല സംഭവന്മാരിവർ. അതായത് പല കുലങ്ങളിൽ നിന്നും പല പർവ്വതങ്ങളിൽ നിന്നെല്ലാം ജനിച്ചു വന്നവരാണ് അവർ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുത്തിയവരാണ്. അവിടെ നാനാ കുല അചല സംഭവന്മാരിവർ. നാനാ സരി ദ്വീപശൈല നിവാസികൾ. പല പല നദീതീരങ്ങളിൽ നിന്നും ദ്വീപുകളിൽ നിന്നെല്ലാം മലകളിൽ നിന്നെല്ലാം ജീവിക്കുന്നവരാണ്. ഒരു പർവ്വത തുല്യ ശരീരികളേവരും. ഒരു വലിയ വലിയ പർവ്വത ശരീരം പോലുള്ള ഉഗ്ര ശരീരങ്ങളുള്ളവരാണ്. ഉർവീപതേ, അത് ഭൂമിപതേ ശ്രീരാമ. കാമരൂപികൾ എത്രയും. ഇവർ ഇഷ്ടാനുസരണം രൂപം മാറാൻ പറ്റുന്നവരുമാണ്. ഇപ്പം ഏത് രൂപത്തിലും അവർക്ക് വലുതാവണോ ചെറുതാവണോ അങ്ങനെ. ഗർവം കലർന്ന നിശാചരന്മാരുടെ, അതായത് രാക്ഷസന്മാരുടെ, അത് രാവണൻ നിഗ്രഹമാണ്. രാവണൻ നിശാചരനാണല്ലോ, രാത്രീചരൻ. അപ്പോൾ അവരുടെ അഹങ്കാരം, ഗർവം കലർന്ന രാക്ഷസന്മാർ, നിശാചരന്മാരുടെ ദുർവീര്യം എല്ലാം അടക്കുവാൻ പോന്നവർ. ആ കുലത്തോടെ മുടിപ്പിക്കാൻ വന്നവരാണിവർ, ഈ കുരങ്ങന്മാർ. അതുകൊണ്ട് ഭഗവാൻ ഒന്ന് അവരെ തൃക്കൺ പാർക്കണം, ഭഗവാൻ സന്തോഷമായിട്ട് അവർക്ക് അനുഗ്രഹം കൊടുക്കണം. ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി. അവ ദേവന്മാരുടെ ആരികളെ, ശത്രുക്കളെ, രാക്ഷസന്മാരെ ഇവർ ഒടുക്കും. അത് ദേവാംശ സംഭവന്മാരാണ് ഇവരൊക്കെ. ചിലർ ഗജബലന്മാർ ഇതിലുണ്ടു താൻ. ആന, ഗജത്തോളം ശക്തിയുള്ള ബലമുള്ളവരുണ്ട് ഇതിനകത്ത്. കേചി ദശഗജ ശക്തി ഉള്ളവരുണ്ട്. അത് ദേശം എത്രയാ
10 ആനയുടെ ബലമുള്ള ഒരു കുരങ്ങന്മാർക്ക് ഓരോരുത്തർക്ക് പല പല ബലവും ശക്തിയുണ്ട്. അത് 10 ആനയുടെ ബലമുള്ളവരുണ്ട്, ശക്തിയുള്ളവരുണ്ട്. ചിലർ അതായത് കേജിൽ എന്ന ചിലർ കേചി ദശഗജ ശക്തിയുള്ളവരുണ്ട്. കേചിത അമിത പരാക്രമമുള്ളവർ. അപ്പം വലിയ വലിയ പരാക്രമശാലുണ്ട് ചിലർ. കേചിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും ചിലർ മൃഗത്തിൻ്റെ രാജാവാര സിംഹം. അതുകൊണ്ട് മൃഗേന്ദ്ര സമന്മാർ സിംഹത്തെ പോലെ ഉള്ളവരുണ്ട്, ശക്തിയൊക്കെ അവർക്ക് സമമായുള്ളവരുണ്ട്. പിന്നെ കേചിൻ മഹേന്ദ്ര നീലോൽപല രൂപികൾ. മഹേന്ദ്ര അത്രമാത്രം വലിയ എല്ലാ ശക്തി നമ്മൾ എടുത്ത് പറയേണ്ടതെല്ലാം ഈ കേജിൽ എന്ന് പറഞ്ഞാൽ ചിലർ അങ്ങനെ ഇങ്ങനെയുള്ളവരെന്നാ. കേജിൽ കനക സമാന ശരീരികൾ, ചില ശരീരം കണ്ടാൽ സ്വർണ്ണം പോലിരിക്കുന്നു. കേചന രക്താന്ത നേത്രം ധരിച്ചവർ. കേചന ദീർഘവാലന്മാർ അഥാപരി. അത് നല്ല നീളമുള്ള നീളമുള്ള വാലുള്ള കുരങ്ങന്മാരുണ്ട്. ശുദ്ധ സ്ഫടിക ശരീരികൾ. യുദ്ധ വൈദഗ്ധ്യം ഇവരോളം ഇല്ല ആർക്കും. ഇവർക്കുള്ള യുദ്ധ വൈദഗ്ധ്യം ആർക്കും ഇല്ല. വൈദഗ്ധ്യ അത്രമാത്രം യുദ്ധത്തിൽ സാമർഥ്യമുള്ളവരെ പോലെ മറ്റാർക്കും പറ്റത്തില്ല. നിൻ കടൽ പങ്കജത്തിങ്കിൽ ഉറച്ചവർ. സംഖ്യയില്ലാതോളം ഉണ്ട് കപിബലം. മൂലഫല ജലപക്വ ആസനന്മാരായി. അതായത് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നവരാണ്, അശിക്കുന്നവരാണ്. ശീലഗുണമുള്ള വാനന്മാരിവർ. നല്ല ശീലമുള്ളവരും ഉണ്ട്, നല്ല സ്വഭാവമുള്ളവരുണ്ട്. താവകാജ്ഞാകാരികൾ എന്നു നിർണയം. ദേവദേവേശ രഘുകുല പുങ്കവ. ശ്രീരാമ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ എല്ലാം രീതികൾ. ഈ കുരങ്ങന്മാർക്കെല്ലാം ഇത് പല പല രീതിയിലുണ്ട്. പല പല ശക്തി, അതായത് ധൈര്യമുള്ളവരും ശരീരഘടന സ്വർണം പോലുള്ളവർ, ഇങ്ങനെയെല്ലാം പല രീതി. വാല് നീണ്ടവർ, ഇങ്ങനെയൊക്കെയാണ്. ഋഷകുലാധിപനായുള്ള ജാമ്പവാൻ. അത് വാനരകുലത്തിൻ്റെ അധിപനാണ് ജാമ്പവാൻ. പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ. ബ്രഹ്മപുത്രനാണ് അവൻ ജാമ്പവാൻ. കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി. മഹാനുമാനും ഇവനുടെ. അതായത് കോടി ഭല്ലൂക വൃന്ദ കുരങ്ങന്മാരുടെ അധിപതി മഹാപ്രൗഢമതി ഹനുമാൻ ഇവൻ എന്നുടെ. ഇവരുടെ എല്ലാം വൃന്ദാധിപതി, ഈ ഇത്രയും കുരങ്ങന്മാരുടെ അധിപതിയായി മഹാപ്രൗഢമതിയാണ് ഈ ഹനുമാൻ. ഇവൻ അതുമല്ല, ഇവൻ എന്നുടെ, അതായത് സുഗ്രീവന്റെ മന്ത്രിവരനുമാണ് ഹനുമാൻ. ഈ ഹനുമാൻ ഇവൻ എന്നുടെ മന്ത്രിവരൻ. മഹാസത്വപരാക്രമൻ. ഗന്ധവാഹാത്മജൻ ഈശാംശ സംഭവൻ. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലാധിപൂണ്ടവൻ. ദീർഘമുള്ള വാലുള്ളവൻ. ഗജൻ ഓരോരുത്തരുടെയും പേരുകളാണ്. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ദീർഘവാലാധിപൂണ്ടവൻ. മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ. പ്രമാധി ശരഭൻ സുഷേണനും. ശൂരൻ സുമുഖൻ രതിമുഖൻ ദുർമുഖൻ. ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ. താരൻ വൃഷഭൻ നളൻ വിനതൻ മമ. മമ എൻ്റെ. താരാ തനയന അങ്കദൻ. ഇങ്ങനെ. അപ്പം അങ്കദനെ മാത്രം നമുക്കറിയാം, കാരണം ഭാര്യയുടെ മകൻ അങ്കദൻ. അപ്പം ഇത്രയും കുരങ്ങന്മാരുടെക്ക് അങ്കദനെയും പറഞ്ഞു. താരയുടെ മകനായ തനയെന്ന് വെച്ചാൽ മകൻ. താര ബാലിയുടെ ഭാര്യ. ആ അങ്കദൻ്റെ അമ്മ താര തനയൻ. അപ്പം താരയുടെ മകനായ അങ്കദനും. ഇങ്ങനെ ചൊല്ലുള്ള വാനര വംശ രാജാക്കന്മാരെല്ലാം അനുസരണ ചൊല്ലുള്ളവരാണ്, പറയുന്നത് പോലെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ചൊല്ലുള്ള വാനര വംശ രാജാക്കന്മാർ. കുഞ്ഞിരുന്ന് വായിക്കാൻ വയ്യ. ആവത് അല്ലാതോളമുണ്ടല്ലോ. ഇങ്ങനെ പറയാൻ പറ്റാത്തോളം ഇനിയും ഉണ്ട്. വേണ്ടുന്നത് എന്തെന്ന് ഇവരോട് അരുൾ ചെയ്യുക. വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. അതുകൊണ്ട് എന്താ വേണ്ടെന്ന് ശ്രീരാമനോട് പറയും. എന്താ വേണ്ടത് അവരോട് പറയൂ. എന്താ വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കെ ഇവരെല്ലാം ചെയ്തു തരും. സുഗ്രീവവാക്യം യുദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ച് ആലിംഗനം ചെയ്തു. ഇത്രയെല്ലാം ഒപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ അല്ലെങ്കിൽ സുഹൃത്താണല്ലോ, സഖിയാണല്ലോ, ഭഗവാൻ സുഗ്രീവനെ ആലിംഗനമൊക്കെ ചെയ്ത് കെട്ടിപ്പുണർന്നു. സന്തോഷപൂർണ്ണ അശ്രു നേത്രാംബുജത്തോടും അന്തർഗതം അരുൾ ചെയ്തു സാദരം. സന്തോഷത്തിൽ അശ്രു അത് അശ്രുങ്ങൾ കണ്ണുനീരൊക്കെ പോയി
നേത്രങ്ങളിൽ നിന്ന് അംബുജം, അത് കണ്ണുനീര് പോയി. അന്തർഗതം, അതായത് ഉള്ളിലുള്ള അകത്തുള്ളത് കൂടെ ചെയ്തു. അന്തർഗതം ആരോട് ചെയ്തു? ശ്രീരാമന്റെ ഉള്ളിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നു. അതായത് എൻ്റെ കാര്യഗൗരവം കാര്യഗൗരവം ശ്രീരാമന്റെ കാര്യഗൗരവം നിങ്കലേ നിർണയം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രീരാമന് എന്താ യുക്തിപരം വേണ്ട, അത് അന്തർഗതം എല്ലാം ഇവിടെ ആര് ചെയ്യണമെന്നാ? സുഗ്രീവന്റെ ഉൾക്കാമ്പിൽ ഓർത്ത് കർത്തവ്യം കുരുഷ നീ. എൻ്റെ അന്തർഗത എൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കി സുഗ്രീവൻ തന്നെ അത് നിർണയിച്ച് ഉൾക്കാമ്പിൽ ഓർത്ത് ആ കർത്തവ്യം നിറവേറ്റുക. കുരുഷ നീ അത് ചെയ്യുക. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വം അങ്ങ് സുഗ്രീവന് കൊടുത്തു. ഇത് ഇത്രയും ചെയ്ത് കൊടുക്കേണ്ട, കാരണം ഇന്നതെന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുക്കണ്ട. സുഗ്രീവനെ കൊണ്ട് അത്രമാത്രം ഒന്നായി ഐക്യമായിരിക്കുക. അപ്പോൾ എന്തും നേരെ നേരെ സുഗ്രീവൻ ചെയ്തുകൊള്ളും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രീരാമനൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ട് എന്താണ് യുക്തിപൂർവ്വം അത് സുഗ്രീവൻ തന്നെ ചെയ്യുക. ജാനകി മാർഗാണാർത്ഥം നിയോഗിക്കുക. നീ ജാനകിയുടെ മാർഗം നിയോഗിക്കുക. അവർക്ക് എന്താ എങ്ങനെ വെച്ചാൽ ആ വഴി അത് നിയോഗിച്ച് പറഞ്ഞു കൊടുക്കൂ. വാനര വീരരെ നാനാ ദിശി സഖേ, ഇവരെ ഈ വാനരന്മാരെല്ലാം നാനാ ദിക്കുകളിലേക്കും അയക്കൂ. സഖേ ഈ സുഗ്രീവ. ശ്രീരാമവാക്യ അമൃതം കേട്ടു വാനര വീരൻ അയച്ചിതു 4 ദിക്കെങ്കിലും 100,000 കവി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനങ് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. നാനാ ദിശയിലേക്ക് 100,000 വീതം കുരങ്ങന്മാരെ അയച്ചിട്ട് ഓരോ ദിശയിലും ഒരു പടനായന്മാരും വേണം അവരെ നയിക്കാൻ. പിന്നെ വിശേഷിച്ച് ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തരണം. അവിടെ തെക്കോട്ടാണല്ലോ, പിന്നെ ജഡായു പറഞ്ഞില്ലേ തെക്കോട്ടാ കൊണ്ടുപോയേക്കുന്നെന്ന്. അപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക്. അതുകൊണ്ട് പിന്നെ വിശേഷിച്ച് ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അവിടാണ് ഇതിൻ്റെ ഒരു വിശ്വാസം, അങ്ങോട്ടാണല്ലോ കൊണ്ടുപോയതുകൊണ്ട്. അങ്കദൻ, ജാംബവാൻ, മൈന്ദൻ, അത് പ്രധാനികളാണ് ഈ പറയുന്നത് അവിടേക്ക് പോകാനുള്ള. അങ്കദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധനും, തുങ്കൻ, നളനും, ശരഭൻ, സുഷേണനും, വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന്. വാദാത്മജനാണ് ഹനുമാൻ, അതാണ് മാരുതിപുത്രനാണ് ഹനുമാൻ, അതാണ് വാദാത്മജൻ, അത് ഹനുമാൻ. ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധ ഒഴിഞ്ഞുടൻ കണ്ടു വന്നിരണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങി വരുന്നവൻ, അതായത് സീതയെ കാണാതെ 30 ദിവസം കഴിഞ്ഞിട്ട് വരുന്നവൻ. പ്രാണാന്തികം ദണ്ഡമാശ് പൂജിക്കണം ഏണാംഗശേഖരൻ തന്നാണ് നിർണയം. അതായത് പിന്നെ 30 ദിവസം കഴിഞ്ഞിങ്ങി വരുന്നവനെ മരണശിക്ഷ കൊടുക്കണം. അതായത് അവർക്കൊരു കൃത്യനിഷ്ഠ പോലെ ആ സമയത്തിന് വന്നിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദണ്ഡമാശ പൂജിക്കണം, അവരെ ദണ്ഡിക്കണം. ഏണാംഗശേഖരൻ തന്നാണ് നിർണയം ആണായിട്ട് പറഞ്ഞു. 4 കൂട്ടത്തോട് യുദ്ധം നിയോഗിച്ച കാലമേ പോയാലുമെന്ന് അയച്ചിടണം നിങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെ വെക്ക, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പോകുക. കാലമേ പോയാൽ നിങ്ങൾ അങ്ങനെ വഴിയായിട്ട് പോകൂ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്ന് ഭാഗവതോത്തമൻ ഇരുന്നിടിനാൻ. ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. ഭാഗവതോത്തമൻ ആരാ? സുഗ്രീവൻ, ഭഗവാന്റെ ഇഷ്ടൻ, ഭഗവാനോട് സ്നേഹമുള്ള, ഭഗവാനോട് അത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ അതുപോലെ ഭാഗവതോത്തമ എന്ന് അല്ലെങ്കിൽ ഉത്തമൻ എന്ന് പറയും. ഭഗവാന്റെ ഇച്ഛ എന്താണ്? നമ്മൾ നല്ല അറിവ്, എന്താ യഥാർത്ഥം നമ്മൾ ഒരു ഭാഗവതനാവാൻ അത് നമ്മളിലുണ്ട്. അത് സുഗ്രീവനിലുള്ളത് കൊണ്ട് ഭാഗവതോത്തമൻ എന്ന് വിളിക്കുന്ന സുഗ്രീവനെയാണ്. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് അവരെയൊക്കെ വഴിയാമണ്ണം വഴിതിരിച്ച് ഓരോരുത്തരെയും വിട്ടിട്ട് രാഘവൻ തന്നെ തൊഴുത്, ആരാ? ഈ സുഗ്രീവൻ തൊഴുത് അരികെ ചെന്ന് ഭഗവാന്റെ അടുക്ക ചെന്ന് ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. ഭഗവാന്റെ അടുക്ക ചെന്ന് സുഗ്രീവൻ ചെന്നിരുന്നു. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്തിയാ തൊഴുതു വായു തനയനും. അങ്ങനെ പുറപ്പെട്ട നേരത്ത് ആര് തൊഴുതു? ഹനുമാൻ, വായു തനയൻ. എന്തിനാ? അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. അങ്ങനെ ഹനുമാൻ പ്രത്യേകമായി ഭഗവാനെ വന്ദിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവരെ ഹനുമാനെ പ്രത്യേകമായി വിളിച്ചിട്ട് രഹസ്യമായിട്ട് എന്താ പറയുക, അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. ശ്രീരാമൻ പറയുന്നു, മാനസേ വിശ്വാസമുണ്ടാവതിന് നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. അതായത് ഇവിടുന്ന് വിട്ടതാണെന്ന് ഹനുമാൻ വെറുതെ ചെന്നാൽ ഇത് ഇവിടുന്ന് വന്നു സീതയ്ക്ക് വിശ്വാസം എത്തതിന് ഭഗവാൻ സീതയ്ക്ക് അറിയാവുന്നൊരു എന്തെങ്കിലും ചിഹ്നം, എന്തെങ്കിലും ഒരു അടയാളം കൊടുത്ത് വിടണം. അത് ഇന്നാൾ തന്നു വിട്ടെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണം അതിന്. അല്ലാതെ ആരെങ്കിലും ചെന്നാൽ സീതയ്ക്ക് അറിഞ്ഞൂടല്ലോ ഈ ഹനുമാനി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ജാനകിയുടെ കയ്യിൽ കൊടുത്തിടുത് സഖേ. എന്താ കൊടുത്തത്? രാമനാമ അങ്കിതമാ അങ്കുലീയകം.
അതായത് അങ്കിതവും അങ്കുലീയത മോതിരം അങ്ങണ്ട. അങ്കിതമാ അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികല്പം കളവാനായി ഉള്ളിലെ സംശയം മാറാനായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ശ്രീരാമൻ കൊടുത്തുവിട്ടത് തന്നെയാണ്. ഹനുമാൻ കൊണ്ട് കൊടുക്കുമ്പോൾ തെളിവ് എങ്ങനെയാ? സീതയ്ക്ക് അറിയാവുന്നൊരു കാര്യം കൊടുത്തുവിട്ടെങ്കിലല്ലേ തെളിവാകൂ. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ വേണ്ടി അതുകൊണ്ട് അവിടെ ഭഗവാൻ എന്ത് ചെയ്തു? രാമനാമാങ്കിതം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികല്പം കളവാനായി അവളുടെ സംശയം മാറാനായിട്ട് സീതയ്ക്ക് എന്നുടെ കാര്യത്തിന് ഓർക്കൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്ന നിർണയം ഇത് തന്നുവിടുന്നത് നീ അല്ലാതെ ഹനുമാനല്ലാതെ എനിക്ക് പ്രമാണമായി എനിക്ക് വിശ്വാസം. അതാണ്. അതുപോലെയാണ് തിരിച്ചും വിശ്വസിക്കുന്നത് ആരെയാണ്? അത് പ്രമാണമാണ്. അവിടെ തന്നെ പ്രതിജ്ഞ ചെയ്തല്ലോ, ഇതെല്ലാം ഇത് സീതയെ അന്വേഷിച്ചു കൊടുക്കാമെന്ന് സുഗ്രീവനും അഗ്നിസാക്ഷിയായി നിന്നുകൊണ്ട് അവർ രണ്ടുപേരും സത്യം ചെയ്താൽ അത് പ്രമാണമാണ്, അത് വിശ്വാസമാണ്, അവരുടെ വാക്കിന് വിലയുള്ളതാണ്. അതിനാണ് പ്രമാണം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രമാണം ഉണ്ടാക്കണം. കുറച്ച് പണം ആർക്കും കൊണ്ട് അവിടെയും പ്രമാണം ഒപ്പിട്ട് കൊടുക്കണം. അതുപോലെ എല്ലാത്തിനും വിശ്വാസമുണ്ട്. അത് ഇവിടെ അവരുടെ വാക്കുകൾക്കൊരു പ്രമാണമുണ്ട്. അത് ആ വിശ്വാസം ആരെയാണ് ഉള്ളത്? ശ്രീരാമന്, ഹനുമാനാണ്. ഈ കുരങ്ങന്മാർ ഇത്രയും പോണെങ്കിലും വിശ്വസിച്ച് കൊടുക്കേണ്ടത് ഹനുമാനോട് തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഹനുമാന് അത്ര വിശ്വാസമായതുകൊണ്ട് ഭഗവാൻ ഈ അങ്കുലിയൊക്കെ ഹനുമാൻ്റെ കൊടുത്തു. ഭാമിനിക്ക് അത് സീതയ്ക്ക് ഉള്ളിൽ വികല്പം കളവാൻ ഈ സംശയം മാറാനായിട്ട് എന്നുടെ കാര്യത്തിന് ഓർക്കൽ പ്രമാണം നീ എന്നിയേ നീ അല്ലാതെ മറ്റാരുമില്ലെന്ന് പറഞ്ഞ ഹനുമാനല്ലാതെ ഈ പ്രമാണത്തിന് വിശ്വസിക്കാൻ അല്ലാതെ ആരുമില്ല. പിന്നെ അടയാള വാക്കും അരുൾ ചെയ്ത് ഒരു വാക്കും പറഞ്ഞു വിട്ടു. മന്നവൻ പോയാലും എന്ന് അയച്ചിടിനാൻ. ആ വാക്കും ഹനുമാനോട് പറഞ്ഞിട്ട് ഈ അങ്കുലിയൊക്കെ കൊടുത്തുവിട്ടു. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോപരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവി സഞ്ചയം, കുരങ്ങന്മാരുടെ കൂട്ടാതെ കവി സഞ്ചയം, രക്ഷോപരനായ രാവണൻ വാഴുന്ന ലങ്കയിൽ അവിടെ ദക്ഷിണ ദിക്ക് നോക്കി അങ്ങനെ പോയിക്കുന്നതുകൊണ്ട് ആ ദിക്ക് നോക്കി കവിക്കൂട്ടങ്ങൾ കുരങ്ങന്മാരുടെ കൂട്ടത്തോടെ അങ്ങോട്ട് പോയി. ലക്ഷവും വൃത്രാരിപുത്ര തനയനും കവി സഞ്ചയം ലക്ഷവും, അത്ര 1,00,000 പേര്. അതാണ് ദക്ഷിണ ദിക്ക് നോക്കി കവി സഞ്ചയം ലക്ഷവും വൃത്രാരിപുത്ര തനയന്. അതാ വൃത്രാരിപുത്രൻ ബാലി. വൃത്രാരി എന്ന് വെച്ചാൽ ദേവേന്ദ്രന്റെ പുത്രനാണ് ബാലി. തനയനാരാ? അങ്കദൻ. അപ്പൊ ആരാ കൂടെ പോയത്? ഈ ഇത്രയും കവി സഞ്ചയത്തിലൂടെ അങ്കദൻ ആരാ? വൃത്രാരിപുത്രൻ തനയൻ, പുത്രന്റെ തനയൻ. വൃത്രാരിപുത്രൻ ബാലി, തനയനാരാ? മകൻ. അപ്പൊ അതിനാണ് വൃത്രാരിപുത്ര തനയൻ, ദേവേന്ദ്രന്റെ പുത്രന്റെ പുത്രൻ, അതാണ് അങ്കദൻ. പുഷ്കര സംഭവ പുത്രനും നീലനും, അത് ജാമ്പവാനാണ് പുഷ്കര സംഭവനും പുത്രൻ. അപ്പൊ ആ ജാമ്പവാനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള ഹനുമാനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ വിവിധങ്ങളായ നഗരങ്ങളെല്ലാം ഇവിടെല്ലാം പോകണം. അവിടെയൊക്കെ തിരക്കി ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ കാനന രാജ്യപുരങ്ങളിലും തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരി ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചല അടവിപുക്കു തിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്ന് അതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു. വേഗത്തോടടുത്ത് ആരിതു ദശകണ്ഠനെന്നോർത്ത് കവിവരന്മാരെല്ലാം. അങ്ങനെ ഇവർ പോയപ്പോൾ അടവി, അത് ഈ വനങ്ങളിലേക്ക് ഇങ്ങനെ പുക്ക് തിരിഞ്ഞു പോയപ്പോൾ ഒരു ഘോര മൃഗങ്ങളെയും കൊന്നു തിന്നുന്ന ഒരു ക്രൂരനായ നിശാചരനെ, ഒരു രാക്ഷസനെ കണ്ട്, ഒരു വീരനായാലും കണ്ടു വേഗത്തോട് ഇവർ ചെന്ന് അത് ദശകണ്ഠനെന്നോർത്ത്, അത് രാവണനെന്നോർത്ത് കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ഈ കുരങ്ങന്മാരെല്ലാം അയാളെ ഇടിച്ച് പഞ്ചറാക്കിയിട്ട് ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിട്ട് അവനെ കൊന്നങ്ങിട്ട്. പക്ഷെ രാവണനല്ലായിരുന്നു. അങ്ങനെ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്ന് മാനസേ ചിന്തിച്ചു. പിന്നെയും വേഗന പോയവരവൻ പങ്ക്തിമുഖനല്ല, രാവണനല്ല എന്ന് കരുതി പിന്നെയും അവർ അവിടുന്ന് പോയി. സ്വയം പ്രഭാഗതി, അങ്ങനെ ഒരു സ്വയം പ്രഭാഗതി എന്നുള്ളൊരു പേരോടുകൂടി ഒരു മഹതിയുടെ, അത് ഒരു മഹാത്മാവനെയാണ് മഹതി എന്ന് പറയുന്നത്. സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളെ മഹാത്മാവെന്ന് പറയത്തില്ല, മഹതി എന്ന് പറയും. അന്ധകാരാരണ്യമാശുപുക്കിടിനാൻ അന്തരാദാഹവും വർദ്ധിച്ചതേറ്റവും. അങ്ങനെ അവര് ഇരുളുള്ള ഇരുട്ട് കാനനം, അവിടെ വെട്ടമില്ല, അത്രമാത്രം ഇരുളാണ്. അതിനാണ് ഇരുട്ടായ
അത് ഇരുട്ടായ കാട്. ആ കാട്ടിൽ ആശുപുക്കിടിനാൻ അന്തര ദാഹവുമൊക്കെ വന്ന് വർദ്ധിച്ചു. ദാഹം അത്രമാത്രം കടുത്തു. ഏറ്റവും ശുഷ്ക കണ്ടോ ഉഷ്ട താലു പ്രദേശത്തോടും, അതായത് വരണ്ട തൊണ്ടയും ചുണ്ടും അണ്ണാക്കും ഒക്കെ വരണ്ട് ഉണങ്ങി ദാഹിച്ചു വലഞ്ഞിരിക്കുക. അതിനാണ് ശുഷ്ക കണ്ടോഷ്ട താലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഈ കുരങ്ങന്മാർ ഇത്രയും ഉണങ്ങി ചുണ്ടും ചെറിയും അണ്ണാക്കും വായും എല്ലാം ഇങ്ങനെ ഉണങ്ങി ദാഹിച്ച് വലഞ്ഞ് നാക്കെല്ലാം ഉണങ്ങി നടക്കുന്ന നേരത്ത് ഒരു ഗഹുരം തത്ര കാണായി വിധിവശാൽ, ഒരു വിധിയാണത്. അതുകൊണ്ട് അവിടെ കണ്ടു കിട്ടി. അവർക്ക് ദാഹം വരാൻ കാരണം അവിടെ ചെല്ലാനാണ്. അതൊരു വിധി ആയതുകൊണ്ട് ഇവർക്ക് ദാഹം എല്ലാവർക്കും വന്നു. കാട്ടിലേക്ക് സഞ്ചരിച്ചപ്പോൾ അപ്പോൾ അവരങ്ങനെ തിരക്ക് വന്നപ്പോൾ അവർ കണ്ടു ഒരു ഗുഹ കണ്ടു. അതിലോട്ട് വിധിവശാൽ കണ്ടു. വല്ലി തൃണഗണ ഛന്നമായി ഒന്ന് അതിലില്ല അല്ലി ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ വള്ളികളും തൃണം എന്നുവെച്ചാൽ കാട്, ഇത് പുല്ലുകളൊക്കെ നിറഞ്ഞത് കാട്, വലിയ ഗണങ്ങൾ കൂട്ടത്തോടെ പല പല സസ്യങ്ങൾ കാണും, പോച്ചകളൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഛന്നമായ ഒന്നിലില്ല. എന്താ? വെള്ളം ഇല്ല. എല്ലി ജലമെന്നോർത്ത് ഇങ്ങനെ കാട് പിടിച്ച് പച്ചില കൊണ്ട് ഇങ്ങനെ മറഞ്ഞു കിടക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നത്തില്ല. ആ ഗഹുരത്തിനകത്ത് ഒരു ജലാശയം ഉണ്ട്, പക്ഷെ അവർക്ക് തോന്നത്തില്ല. അത് ഇരുളുകൊണ്ട് പോച്ചയൊക്കെ കയറി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതിനകത്ത് വെള്ളം ദാഹിച്ച് ചെല്ലുമല്ലയോ. അങ്ങനെ വലിയ തൃണഗണ ഛന്നമായ ഒന്ന് അതിലില്ല അല്ലി ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗഞ്ചകം സദാ പക്ഷികൾ ഊർധ്വദേശേ പറന്നാർ അതിൽ നിന്നുടൻ. അപ്പോൾ ഇവർക്ക് സംശയം മാറാൻ വേണ്ടി ഈ പക്ഷികളൊക്കെ അതിൽ നിന്ന് ഹംസ അരയനൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഗുഹയിൽ നിന്ന് ഇങ്ങനെ പറന്ന് പൊങ്ങിപ്പോണം. അപ്പോഴെന്താ മനസ്സിലായത്? കാരണം അവിടെ ചിറകിൽ നിന്നൊക്കെ അവിടെ വെള്ളം വീണത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്ര, അതായത് നനവുള്ള ചിറകുകളോടിയ ചക്രവാകങ്ങൾ അരയന്നങ്ങളും മറ്റും ആകാശത്തിലേക്ക് ഇങ്ങനെ പറക്കുന്നതാണ്. എന്നിട്ട് ആർദ്രപക്ഷ ക്രൗഞ്ചകം ക്രൗഞ്ചകം സാധി പക്ഷികൾ ഊർധ്വദേശേ പറന്നാർ അതിൽ നിന്നുടൻ. അപ്പോൾ പക്ഷങ്ങളിൽ ചിറകുകളിൽ പക്ഷങ്ങളിൽ നിന്ന് വീണു കണം തുള്ളി ജലത്തുള്ളികൾ ചിറകിൽ നിന്നിങ്ങനെ വീണു പറന്നപ്പോൾ. അവർ വെള്ളത്തിൽ ഈ കിളികളൊക്കെ ഒന്ന് മുങ്ങയൊക്കെ ചെയ്യും. വെള്ളം ദാഹം വരെ കുടിക്കുക കഴിഞ്ഞാൽ അതിൽക്കൊന്ന് കുളിക്കുകയും ചെയ്യും, ചിറകൊക്കെ അടിക്കുക. അപ്പോൾ അത് വെള്ളം ഉണ്ടായിരുന്നു. അവർ പറന്നു പോയപ്പോൾ ഈ കണങ്ങൾ ജലകണങ്ങൾ മർക്കടന്മാരും അത് കണ്ട് കൽപ്പിച്ചാർ ഈ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലത്തുള്ളികൾ. അപ്പോഴും മനസ്സിലായി കുരങ്ങന്മാർക്ക്. അത് കണ്ട് അവർ പറഞ്ഞു, നല്ല ജലം ഇതിലുണ്ടെന്ന് നിർണയം, നല്ല ജലം ഇതിലുണ്ടെന്ന് നിർണയം, എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക, നമ്മളെല്ലാവരും ഇതിലിറങ്ങിയിടുക എന്ന് പറഞ്ഞൊരു നേരത്ത് മാരുതി മുന്നിൽ ഇറങ്ങിനാൻ. മറ്റുള്ളവர்கள் മുന്നേ ആരിറങ്ങി? ഹനുമാൻ മാരുതി മുന്നിൽ ഇറങ്ങിയാൻ മുമ്പേ ഇറങ്ങിയിട്ട് മറ്റുള്ളവர்களுം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഇറങ്ങിയിട്ട് മുമ്പേ ഇറങ്ങി ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ എന്ത് വന്നു? കണ്ണു കാണാഞ്ഞ് ഇത് ഇരുട്ടത്ത്, അതായത് തീരു എന്ന് പറയുമ്പോൾ നമുക്ക് തിരിയത്തില്ല. കണ്ണു കാണാഞ്ഞ് ഇത് ഇരുട്ട് കൊണ്ടന്നേരം ഇരുട്ട് വന്നപ്പോൾ എന്തു വന്ന്? കണ്ണ് കാണത്തില്ല. അന്യോനെ ഒത്ത് കയ്യും പിടിച്ച് ആകുല ഖിന്നതയോടും നടന്നു പോയി. വലിയ ഇരുളായിപ്പോയി. അപ്പോൾ അവിടെ ആ ഗുഹയല്ലയോ, അപ്പം കാട് പറിച്ച് കിടക്കും, വെട്ടം സൂര്യപ്രകാശം അടിക്കത്തില്ല. അതുകൊണ്ട് അവർ കൈകൾ കോർത്ത് പേടിച്ച് ഭയന്ന് ഇങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ അന്യോനെ ഒത്ത് കയ്യും പിടിച്ച് ആകുലാൽ വിഷമിച്ച് ഖിന്നതയോട് നടന്നു പോയി. ചെന്നാൽ അതീവ ദൂരം തത്ര കണ്ടിതു. അങ്ങനെ പോയി നിന്നപ്പോൾ എന്ത് വന്നു? വെള്ളം തിരക്കി പോയ പോക്കാണ്. ചെന്നാൽ അതീവ ദൂരം തത്ര കണ്ടു. അവിടെ എന്താ കണ്ടത്? മുന്നിലാമാർ അതിധന്യ ദേശസ്ഥലം, നല്ല ദേശം, നല്ല സ്ഥലം. മുന്നിലാമാർ ആ ദൂരോട്ട് മുമ്പിൽ നിൽക്കുന്ന എന്താ സന്തോഷമായ ധന്യദേശം. സ്വർണമയം മനോമോഹനം കാണുന്നവർ കണ്ണിനു ഏറ്റവും ആനന്ദകരം പരം. അങ്ങനെ നോക്കിയപ്പോൾ ധന്യമായ ദേശസ്ഥലം, സ്വർണമയം മനോമോഹനം കാണുന്നവർക്ക് നന്മ കണ്ട് അതിന് കണ്ണിന് ഏറ്റവും ആനന്ദകരം പരം, അഥവാ നല്ല ആനന്ദകരമായിരിക്കുന്നു. അങ്ങനെ ആനന്ദകരം പരം വാപികളുണ്ട് മണിമയ വാരിയാൽ ആപൂർണകളായ അതീവ വിശദമായി. അവിടെ ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായിരിക്കുന്ന ആ സ്ഥലത്ത് വാപി കുളമങ്ങണ്ട ഈ പൊയ്കകൾ പോലെ വെള്ളത്തടാകങ്ങൾ,
ഭാവികളുണ്ട് മണിമയ വാരിയാം, നല്ല സുന്ദര മണിമയം പോലുള്ള വാരി വെള്ളമാം ആപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുമുണ്ട്. കൽപ്പദ്രുമതുല്യമായി, ദ്രുമം വൃക്ഷം, കൽപ്പവൃക്ഷം പോലെ തുല്യമായിട്ട്, കൽപ്പവൃക്ഷം തുല്യമായ വൃക്ഷങ്ങൾ, അത്രമാത്രം അത് പഴങ്ങളെല്ലാം ഉണ്ട്. എന്നും വിശപ്പും ദാഹമൊക്കെ അടങ്ങുന്ന എല്ലാം ഉണ്ട്. ഇവർ ഇത്രയും ദാഹിച്ച് വന്നവരല്ലേ, അവർ നടന്നു പോയപ്പോൾ ഇതൊക്കെയാണ് കണ്ടത്. എന്നിട്ട് ആപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുമുണ്ട്. കൽപ്പദ്രുമ തുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണി സംയുത പേയ ഭക്ഷ്യ അന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട്. എന്താ വസ്ത്യങ്ങൾ, വസതിയുണ്ട്, അവിടെ വീടുകളും വന്നു. അപ്പം ചെന്നപ്പോൾ എന്താ ഇതെല്ലാം ഉണ്ട്, എന്തും ഉണ്ട് അവിടെ. അതും വസ്ത്യങ്ങളുണ്ട് പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായ വസ്ത്രങ്ങളും രത്നങ്ങളും എല്ലാം കാണുന്നവർ ചെന്നപ്പോൾ. അങ്ങനെ എല്ലാം കണ്ടിട്ട് മാനസമോഹനമായ ദിവ്യസ്ഥലം, മനസ്സിന് സന്തോഷകരമായ ദിവ്യമാകുന്ന സ്ഥലം. മാനുഷവർജിതം, അവിടെ മനുഷ്യരില്ല, വർജിതമാണ്, മനുഷ്യരവിടെ ഇല്ല. ദേവഗേഹോപമം, ദേവലോകം പോലെ ആണ്. തത്ര ഗേഹേ മണി കാഞ്ചന വിഷ്ടരേ, അതായത് അവിടെ ആ ഗേഹത്തിലുള്ള ഗേഹം വെച്ചാൽ അവിടെ എന്താ ഉള്ളേ, ആ വസതി, ആ വീട്ടിൽ എന്താ ഉള്ളേ, മണികാഞ്ചന വിഷ്ടര്, ഇരിപ്പിടമൊക്കെ സ്വർണം കൊണ്ടുള്ള കാഞ്ചന സ്വർണ്ണമാണല്ലോ, അങ്ങനെ മണികാഞ്ചന വിഷ്ടര്. ചിത്രാകൃതി പൂണ്ട് കണ്ടാൽ ഒരുത്തിയെ, അവിടെ ഒരുത്തി മാത്രം അവിടെ. ഇതെല്ലാം ആ വസതിയിലുണ്ട്, വീട്ടിലുണ്ട്. നല്ല ഇരിപ്പിടങ്ങളൊക്കെ നല്ല സ്വർണ്ണമയം പോലത്തെ ഇരിപ്പിടങ്ങൾ, അങ്ങനെ ചിത്രാകൃതി കൊണ്ടതാണതെല്ലാം. എന്നിട്ട് അവിടെ പൂണ്ട് കണ്ടാൽ ഒരുത്തിയെ, ഒരു സ്ത്രീയെ കണ്ടു. യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട്, നമ്മൾ വായിച്ചായിരുന്നല്ലോ എന്തോ സ്വയം പ്രഭാഗതി, അതിൻ്റെ പേരാ അത്. അപ്പോൾ ആ പ്രഭയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ആ സ്ത്രീ എങ്ങനെയാ യോഗം ധരിച്ച് ജടാവൽക്കലം പൂണ്ട്. യോഗിനി നിശ്ചല ധ്യാന നിരതനായി എപ്പോഴും യോഗത്തിൽ ധ്യാനത്തിലിരിക്കുന്ന, നിശ്ചലമായി യോഗിയായിട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന അവരാണ്. പാവക ജ്വാല ആഭ കലർന്നതി, അത്ര പാവക ജ്വാല ആഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. മഹതി ഒരു മഹാത്മാവാണ്, മഹതി എന്ന് പറയുന്ന സ്ത്രീ ആയതുകൊണ്ട്. തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടുകൂടി ഭക്തിയും ഭക്തിയുണ്ട് അങ്ങനെ ഒരു വണങ്ങിനാർ. ശാഖാ മൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. ഈ മഹതി പറഞ്ഞു, ശാഖാമൃഗങ്ങൾ വെച്ചാൽ കുരങ്ങന്മാർ, അവരെ കണ്ടിട്ട് ഈ മഹതി പറഞ്ഞു, നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം, കാരണവും പറയണം വരാനുള്ളത്. എങ്ങനെ മാർഗം അറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം. എങ്ങനെയാണ് ഈ വഴി അറിഞ്ഞത്, മാർഗം വഴി എങ്ങനെ ഇവിടെ അറിഞ്ഞു വന്നു, എങ്ങോട്ടാണ് ഇനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായു തനേനും ഹനുമാനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. അങ്ങനെ സന്തോഷമായിട്ട് വിനയത്തോടുകൂടി, ഹനുമാനല്ലേ ആള്, എത്രമാത്രം വിനയം വേണമെങ്കിൽ അദ്ദേഹത്തിൽ മുടങ്ങാതെടുക്കാനുണ്ട്, അത്ര ഭക്തനല്ലേ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ സത്യമല്ലാതെ ഒന്നും തന്നെ പറയുകയില്ല. വൃത്താന്തമൊക്കെ കേട്ടാലും ഞാൻ പറയാം. ഉത്തര കോസലത്തെങ്കിൽ അയോധ്യയെ എന്ന് ഉത്തമയായി ഉണ്ടൊരു പൂരി തലേ, അതായത് അവിടെ ഉത്തര കോസലത്തിൽ അയോധ്യയിൽ ഉത്തമയായി ഉണ്ടൊരു പുരി ഭൂതലെ, അവിടെ ആ ഭൂതലത്തിൽ ഒരു പുരിയുണ്ട്, അയോധ്യാപുരി ഉണ്ട്. തത്രയവാണ് ദശരഥന നൃപൻ, അവിടെ ദശരഥനായ രാജാവ് അവിടെ വാഴുന്നു. പുത്രരുമുണ്ടായി ചമഞ്ഞതു 4 പേർ, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. നാരായണ സമൻ ജ്യേഷ്ഠൻ അവകളിൽ, ഈ 4 പേരിൽ ജ്യേഷ്ഠനായിരിക്കുന്ന ആരാ, ഭഗവാൻ നാരായണൻ സമനാണ്. പിന്നെയോ ശ്രീരാമനാകുന്നത് എന്നും അറിഞ്ഞാലും അത് ശ്രീരാമനാണ് ആ പേര് എന്നറിഞ്ഞാലും. താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ, അതായത് സഹോദരനും കൂടി താതൻ്റെ ആജ്ഞപ്രകാരം വനവാസത്തിന് വന്ന് ആരുടെ കൂടിയാ, സഹോദരനോട്, ഭ്രാതാവിനോടും ലക്ഷ്മണനോടും ജനകാത്മജയായ സീതയാ പത്നിയോടും വിപനസ്ഥലെ വനത്തില് മോദേന വാഴുന്ന കാലം. ഒരു ദിനം അങ്ങനെ സന്തോഷത്തോടെ ഒരു വനത്തിൽ തപസ്സിന് വന്നപ്പോൾ അവർ സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു കാലം വന്ന ഒരു ദിവസം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടാൻ പത്നിയെ അങ്ങനെ കൊണ്ടുപോയി. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായത്. ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോൾ സുഗ്രീവനെ കണ്ടുകിട്ടി. അപ്പോൾ ശ്രീരാമനും സുഗ്രീവനെ സഖ്യം ചെയ്തു.
പത്നിയെ കണ്ടുപിടിക്കാൻ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മനായ സുഗ്രീവനെ കണ്ടു. സഖ്യവും ചെയ്തതു തമ്മിൽ അത് വായിച്ചതാ. അന്യോന്യമായി എന്നതിനഗ്രതനാകിയ ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യവും നൽകിനാൻ. അത് ഇത്രയും സാധിച്ചു. ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞ് സീതയെ കണ്ടുവരികയെന്ന് അതിന് പ്രത്യുപകാരമായിട്ട് ശ്രീരാമന് സീതയെ കണ്ടുകൊടുക്കണമെന്നാണ് തിരിച്ച് ഉപകാരം സുഗ്രീവൻ ചെയ്യേണ്ടുന്നത്. അതിന് വാനര നായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചത് എല്ലായിടവും അതിന് പകരമായി വാനന്മാരെ തിരഞ്ഞുപിടിച്ച് തിരക്കാൻ വേണ്ടി അയച്ചു. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിന് 1,00,000 കവിവരന്മാരുണ്ട്. ഞങ്ങൾ 1,00,000 പേരുണ്ട് തെക്ക് വശത്തേക്ക് നോക്കാൻ. ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയ വന്നു. അതായത് ഞങ്ങൾക്ക് ദാഹം പൊറാഞ്ഞ് സഹിക്കാതെ ജലത്തെ ആഗ്രഹിച്ച് ജലകാംക്ഷയ ജലത്തിനു വേണ്ടി ആഗ്രഹിച്ച് വന്നു. മോഹേന ഗഹുരം പൊക്കിയത് ഞങ്ങൾ അറിയാതെ ഒന്ന് ഈ ഗുഹയിൽ ചാടി. ഇതൊരു ഗഹുരം ഇത് ഈ ആഗ്രഹം അങ്ങേയറ്റം വർദ്ധിച്ചു. എന്തിനാ വെള്ളം കുടിക്കാൻ. അപ്പോൾ അങ്ങനെ മോഹം വരുത്തപ്പോൾ ഈ ഗുഹരത്തിൽ അറിയാതെ ഞങ്ങൾ വന്നു. ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമത്ര. എന്തായാലും കൊള്ളാം, ഞങ്ങൾക്കുള്ള ഭാഗ്യം തന്നെ ഇവിടെ വന്നത്. അതുകൊണ്ട് ദേവിയെ കണ്ടു, ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്യുക വേണം, അതും ശുഭേ. ഞങ്ങൾക്കറിയില്ലല്ലോ അവിടെ ഈ മഹാദി ആരാണെന്ന്. അതുകൊണ്ട് നേരെ അരുൾ ചെയ്യുക വേണം, അത് ശുഭേ. യോഗിനി താനും അത് കേട്ട് അവരോട് വേഗേന മന്ദസ്മിതം പൂണ്ട് ചൊല്ലിനാൻ. അങ്ങനെ ഈ യോഗിനി പറയുന്നു, പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിൻ. എന്നാൽ മമ വൃത്താന്തം ആദ്യേ ചൊല്ലി തരുവൻ. ഞാൻ നിങ്ങൾ ആദ്യമേ വിശപ്പിന് പക്വഫലങ്ങളൊക്കെ കഴിച്ച് ഭക്ഷിച്ചിട്ട് അമൃതപാനം ഈ ജലമൊക്കെ കുടിച്ച് തൃപ്തരാകുക, ക്ഷീണം മാറ്റൂ, എന്നിട്ട് ബുദ്ധി തെളിയിക്കൂ. കാരണം ക്ഷീണം കൊണ്ട് വലഞ്ഞിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇതെല്ലാം വിശപ്പ് മാറി ദാഹവും മാറുമ്പോൾ നിങ്ങൾ തൃപ്തരാകും, നിങ്ങളുടെ മനസ്സ് തെളിയും, ബുദ്ധി തെളിയും. അങ്ങനെ വരുവിൻ. എന്നാൽ അങ്ങനെ വരുമ്പോൾ മാമ ഞാൻ വൃത്താന്തം എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നായി പൂജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബദ്ധാഞ്ജലി പൂണ്ട് നിന്നു. അനന്തരം ചെന്നിട്ട് ദേവിയുടെ ചെന്ന് നിന്നു. ചാരുസ്മിതപൂർവ്വം അഞ്ജസാ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. ഹനുമാനോട് പറയുന്നു, വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമ മനോഹരി. ഞാൻ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. അവരുടെ നൃത്തത്തിൻ്റെ അത്രമാത്രം നല്ല നൃത്തമാണ് ആ ഹേമയ്ക്ക്. അതുകൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. ആരെയാ? മുഖ്യ ഇന്ദുശേഖരൻ, ശിവനെ, ഭഗവാൻ പരമശിവനെ തൃപ്തനാക്കി. ആരാ? ഹേമ. നൃത്തത്തിൽ അത്ര പ്രാവീണ്യം വന്നതുകൊണ്ട് ആ നൃത്തം കണ്ട് ഭഗവാൻ പരമേശ്വരന് സന്തോഷമായി. മുക്തേന്ദു ശേഖരൻ തന്നെ അതുമൂലം ഇന്ദു, അത് ഇന്ദു ചന്ദ്രനെ ചൂടിയത് ആരാ? ശിവൻ. അതിനാണ് മുക്തേന്ദു ശേഖരൻ. തന്നെ അതുമൂലം ദിവ്യം പുരമന്ദിരം നൽകിനാനീശ്വരൻ. അതുകൊണ്ടാണ് ഈ ദിവ്യമാകുന്ന ഈ പുരം ആ ഹേമയ്ക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഭഗവാന്റെ സന്തോഷത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അത്ര നല്ല സ്വർഗ്ഗലോകം പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേക അതിനേക്കാളും കേമമാണ്. അതുകൊണ്ട് ഈ ദിവ്യമാകുന്ന പുരം ഇവിടെ നൽകി ശിവൻ. ദിവ്യ സമ്മത്സരാണ് അയുധായുധം 10 കോടി ദിവ്യ സമ്മത്സരാണ് അവിടെ വാഴുന്നത്. ഉത്സവം പൂണ്ട് വസിച്ചാൾ ഇഹപുര. അങ്ങനെ ഉത്സവം പോലെ ഞങ്ങളിവിടെ വസിച്ചു ഇഹപുര. തൽ സഖി ഞാനിഹ. ആ ഹേമയുടെ സഖിയാണ്, എന്നുവെച്ചാൽ കൂട്ടുകാരിയാണ് ഞാനേ. അതായത് ഈ പറയുന്ന ഈ സ്ത്രീ ജ്ഞാനിയായ ഈ സ്ത്രീ പറയുന്നു, ആ കുട്ടിയുടെ, അതായത് ഹേമയുടെ തൽ സഖി ജ്ഞാനിക, ഞാൻ ആ കുട്ടിയുടെ സഖിയാണ്. ആംന സ്വയംപ്രഭ, നാമന എൻ്റെ പേര്, നാമം. അതാണ് ജ്ഞാനിക തൽസഖി ജ്ഞാനിക നാമന, എൻ്റെ പേര് സ്വയംപ്രഭ. അപ്പോൾ ഈ സഖിയുടെ പേര് സ്വയംപ്രഭ. അവിടെ ഇപ്പം മറ്റേ കുട്ടി അവിടെ ഇല്ല. ഈ ഹേമ നൃത്തം ചെയ്തിട്ട് ഇതെല്ലാം കിട്ടിയത് പരമേശ്വരൻ ഇങ്ങനെ കൊടുത്തതാണ്. നൃത്തത്തിൻ്റെ ഭംഗി കണ്ടും സന്തോഷം കൊണ്ട് കൊടുത്തതാണ്. സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോര് ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചതു ഭേമയും നിർമ്മലഗാത്രി എന്നോട് ചൊല്ലിനാൾ. അങ്ങനെ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോര് ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപര. ഞാൻ എപ്പോഴും വിഷ്ണുതൽപരയാണ്. ബ്രഹ്മലോകം പ്രവേശിച്ചത് ഹേമയും. അപ്പോൾ ഹേമ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചു ബ്രഹ്മലോകത്തേക്ക് എത്തി. ഈ പറയുന്ന കുട്ടി നിർമ്മല
ബ്രഹ്മലോകം പ്രവേശിച്ചതു ഹേമയും നിർമ്മല ഗാത്രിയും എന്നോട് ചൊല്ലിനാൽ നിർമ്മലമായിരുന്ന കുട്ടിയാണ് ഹേമ. അത് ബ്രഹ്മലോകത്തേക്ക് തന്നെ ചെന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സന്തതം നീ തപസ്സം ചെയ്ത് ഇരിക്കടോ ഇവിടെ. ഈ സഖിയടുത്ത് പറഞ്ഞു, ഈ കുട്ടി എന്തോൻ്റെ പേര്, സ്വയംപ്രഭ. ഈ സ്വയംപ്രഭ പറഞ്ഞ് നീ ഇവിടെ തപസ്സ ചെയ്ത് ഇവിടെ കഴിയൂ. ജന്തുക്കൾ അത്ര വരികയും ഇല്ലല്ലോ ഇവിടെ. ജന്തുക്കളെ കൊണ്ട് ഭയമൊന്നും വേണ്ടല്ലോ ഇവിടെ. അങ്ങനെയുള്ളവർ വരത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ മറ്റു കുട്ടിക്ക് സമയമായപ്പോൾ അത് ബ്രഹ്മലോകത്തേക്ക് പോയി ഹേമ. ഇതെല്ലാം ആ കുട്ടിക്കാണ് കൊടുത്തത് പരമശിവൻ. അപ്പോൾ അവരുടെ സഖിയാണ് ഈ പറഞ്ഞ കുട്ടി ഇപ്പോൾ ഉള്ളത്. അവർ പറഞ്ഞു, ജന്തുക്കളൊന്നും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ കഴിയൂ, തപസ് ചെയ്തിരിക്കടോ. അപ്പോൾ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭൂവി ജാതനായണൻ ദശരഥപുത്രനെ ആ കുട്ടി പറഞ്ഞിട്ടാ പോയത്, നീ ഇവിടെ തപസ് ചെയ്ത് വാഴൂ, ഇവിടെ ജന്തുക്കളില്ല. ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു നാരായണൻ എന്തായി വരും, ജാതനായി ഈ ഭൂമിയിൽ വരും. ദശരഥപുത്രനായിട്ട്, അതായത് ദശരഥ മഹാരാജന്റെ പുത്രനായിട്ട് ശ്രീരാമനായിട്ടിവിടെ വരും. ഭൂഭാര നാശനാർത്ഥം വിപിനസ്ഥലെ വനത്തിൽ, ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി നാശനാർത്ഥം വരുന്നതിന് വേണ്ടി വിപിനത്തിൽ വനത്തിൽ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരം. അപ്പോൾ ഭഗവാൻ വിഷ്ണു ഭഗവാൻ അവതരിച്ച് വരുമ്പോൾ അത് ഈ ഭൂതൽ സഞ്ചരിക്കും. എന്തിനാ, രാവണ നിഗ്രഹത്തിന്. വനത്തിൽ വരുമ്പോഴേ അതൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞറിഞ്ഞിരിക്കുക ഇവർ. അതുകൊണ്ട് അന്ന് ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിൻ ക്രൂരനായിടും ദശാനൻ. അക്കാലം ഈ രാവണൻ സീതയെ അപഹരിക്കും. ഇതെല്ലാം കൂട്ടി പറഞ്ഞിട്ടാണ് അത് പോയേക്കുന്നത്. ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരുന്നിൻ ഗുഹാമന്ദിരെ. അപ്പോൾ ഇങ്ങനെ ഈ കുരങ്ങന്മാർ ഇങ്ങനെ വരും ഈ ഗുഹാമന്ദിരത്തിൽ. ഈ മന്ദിരം ഈ ഗുഹയിലാണല്ലോ. അങ്ങനെ സൽക്കരിച്ചിട്ട് അവരെ പ്രീതി പൂണ്ട് നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭഗവാൻ നാരായണ സ്വാമി തന്നെയാണ് ഈ ശ്രീരാമൻ രഘുത്തമൻ. അതുകൊണ്ട് മർക്കടന്മാർക്ക് ഉപകാരമൊക്കെ നീ ചെയ്യണം. ദാഹത്തിന് വെള്ളവും ആഹാരവും കൊടുത്തിട്ട് അവിടെ ഇരുത്തി സന്തോഷിച്ചിട്ട് വേണം ശ്രീരാമനെ കാണാൻ നീ പോകണം. നീ അതുവരെ അവിടെ തപസ് ചെയ്തിരിക്കൂ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഈ ഹേമ പോയത്. ഭക്ര്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗി ഗമ്യം സനാതനം. അങ്ങനെ പറഞ്ഞിട്ട് നാരായണസ്വാമി തന്നെ രഘുത്തമനാണ് ഇവിടെ വരും. അപ്പോൾ ഭക്തിയാ പരനെ, അതായത് പരൻ പരമാത്മാവ്, പിതാവ്, ലോകപിതാവ്. ഭക്തിയാ പരമാത്മാവിനെ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം. അപ്പോൾ നിനക്ക് അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ പരമാത്മാവ് വന്ന് നിനക്ക് മുക്തിപദം യോഗ്യഗമ്യം സനാതനം, നിനക്ക് മുക്തി ഉണ്ടാകും. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗന കാണുന്നതിനായി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇതെല്ലാം വന്ന് അനുഭവിച്ചു. അപ്പോൾ ഇവരോട് പറഞ്ഞു, ഈ മർക്കടന്മാരോട് പറഞ്ഞു, ഇനി അതുകൊണ്ട് ഞാൻ ഇത്രയെല്ലാം വന്നല്ലോ. അവർക്ക് ആഹാരം കൊടുത്തു, പഴവർഗ്ഗങ്ങൾ, ജലം കൊടുത്തു, എല്ലാം സന്തോഷമായിട്ട് ഇതെല്ലാം അറിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് വിധിവശാൽ ഇവിടെ വന്ന് പുക്കതെന്ന് പറയുന്നത്. ഭഗവാൻ എന്ത് വിചാരിച്ചാണ് നടക്കാത്തത്. അതുകൊണ്ട് വേഗേന കാണുന്നതിനെ കൊണ്ട് ഞാൻ പോകുന്നത്. എനിക്ക് ശ്രീരാമനെ കാണണം. എന്തിനാ, അവർക്ക് അതിനാണല്ലോ അവിടെ തങ്ങുന്നത്, ധ്യാനിച്ച് ഭഗവാനെ കാണാൻ വേണ്ടി. ഇങ്ങനെ ത്രേതായുഗത്തിൽ വരും അന്ന് ഭഗവാനെ കാണാം, മുക്തി കിട്ടും. ഇതെല്ലാം പറഞ്ഞിട്ടാണല്ലോ മറ്റേ കുട്ടി ഹേമ പോയേക്കുന്നത്. അങ്ങനെ നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. അതുകൊണ്ട് നിങ്ങളെ ഇനി ഞാൻ അവിടെ നിന്ന് അവർക്ക് വഴി എങ്ങോട്ടാന്ന് അറിയത്തില്ല, ഗുഹയല്ലേ അവിടെ. അതുകൊണ്ട് നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ, നിങ്ങളെ ഞാൻ നേരായ വഴിയിലേക്ക് ആക്കിത്തരാം. അതുകൊണ്ട് അവരും അവിടെ നിന്ന് പോകുമല്ലേ ഭഗവാനെ കാണാൻ. അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് നിൽക്കുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. അങ്ങനെ അതെല്ലാം കേട്ടോ വാനരന്മാരെല്ലാം കണ്ണടച്ച് നിന്നു. കണ്ണടച്ചിട്ട് സത്വരം പൂർവ്വസ്ഥിത അടവി ബുക്കിതു. അങ്ങനെ കണ്ണടച്ചിട്ട് ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം അത് കഴിഞ്ഞിട്ട് അവർ പൂർവ്വസ്ഥിത അടവിയിൽ ബുക്ക് ചെയ്തു. എവിടെയാ നേരത്തെ എവിടെ നിന്നത്, പൂർവ്വസ്ഥിതി വെച്ചാൽ നേരത്തെ അവർ ഈ ഗുഹയ്ക്ക് മുമ്പ് അവിടെ ഗുഹ വന്ന് ചാടിപ്പോയതല്ലേ, ദാഹിച്ച് നോക്കിയില്ല, പക്ഷികൾ പറന്നു പോയപ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്ന് വന്നതല്ലേ. അപ്പോൾ അവിടെ അതിനു മുമ്പ് നിന്നത് എവിടെയാണ്, അവിടെ ചെന്ന് ആ കണ്ണടച്ചിട്ട് നോക്കി അവിടെ നിൽക്കുന്നു. നമ്മൾ ഭാഗത്തിൽ എവിടെ വായിച്ചല്ലോ, ഭഗവാൻ കൃഷ്ണൻ കണ്ണടച്ചാൻ പറഞ്ഞപ്പോൾ അവരെ പശുവിനെയും എല്ലാവരും പഴയ സ്ഥലത്ത് കൊണ്ടാക്കിയെന്ന്. അതുപോലെ അതൊക്കെ അത്ഭുതങ്ങളും സിദ്ധികളൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ സത്വരം പൂർവ്വസ്ഥിത അടവി ബുക്ക് ചെയ്തു. ചിത്രം വിചിത്രം എന്നോർത്തവർ, ഈ കുരങ്ങന്മാരെല്ലാം ഇതെന്തൊരു അത്ഭുതം, ഇത് അത്ഭുതം തന്നെ, ഇത് വിചിത്രം എന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. അങ്ങനെ പദ്ധതി വഴിയാണ്. അപ്പം നേരായ വഴിയുടെ കണ്ടു. ആ വഴിയിലൂടെ അവർ നടന്നു തുടങ്ങി. സ്വയംപ്രഭാ സ്തുതി. അപ്പം ഈ സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ സ്തുതിക്കുന്നതാണ്. ഇനി യോഗിനിയും ഗുഹവാസം ഉപേക്ഷിച്ചു. അപ്പം ഈ യോഗിനി ആ ഗുഹവാസം ഉപേക്ഷിച്ചു. ഞരമ്പിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്. സമയം പറഞ്ഞാൽ പെട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സമയം ഒരുപാടങ്ങ് പോകും നീട്ടി വെച്ചുകൊണ്ടിരുന്ന.
എന്താ ഇച്ചിരി അർത്ഥം പറയാൻ ഒട്ടും മക്കൾക്ക് എനിക്ക് കുറച്ച് മക്കളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് പറയുന്ന മക്കൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരക്ഷരങ്ങൾ അറിയാവുന്ന അത്രയും, എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, എങ്കിലും ഉള്ളതിനെ അത് കൊടുക്കാതിരുന്നാൽ എനിക്ക് അതിനാണല്ലോ ഞാനത് ചെയ്യുന്നത്. അത് പിന്നെ അത് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഫലമാകണം, ഒരു ഫലത്തോട് വേണം നമ്മൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ചെയ്തുകൂടാ. നമുക്ക് അറിയാവുന്ന പക്ഷേ സ്പീഡിന് പറഞ്ഞുകൊണ്ട് മനസ്സിലാകത്തില്ല ആയിരിക്കാം, എങ്കിലും മക്കളെ വിളിച്ച് പറയുന്നുണ്ട് മനസ്സിലാകും നമ്മിന്ന്. അങ്ങനെ യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ച് യോഗേശ സന്നിധി പുക്കൾ അതിദ്രുതം പെട്ടെന്ന് തന്നെ ഭഗവാന്റെ പോകുന്നു. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടുകൃത്വ പ്രദക്ഷിണം ഭക്തി സഗൽഗതം രോമാഞ്ച സംയുതം. അങ്ങനെ ഗൽഗതത്തോടുകൂടി ഭക്തിയോട് ലക്ഷ്മീശനെ കണ്ടുകൃത്വ പ്രദക്ഷിണമൊക്കെ വെച്ചു. നത്വ മുഹുർമുഹു സ്തുത്വ ബഹുവിധം ദാസീതവാഹം അങ്ങയുടെ ദാസീതവാഹം രഘുപതേ രാജൻ, ഞാൻ അങ്ങയുടെ ദാസിയാകുന്നു. ഭഗവാനെ കാത്തിരിക്കുകയല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട്, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ദാസിയാകുന്നു. വാസുദേവ പ്രഭോ രാമദയാനിധേ ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. ആ സ്വയംപ്രഭ പ്രാർത്ഥിക്കുന്നു. കാൺമതിനായി കൊണ്ടുവന്നേൻ ഇവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ, ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേനം നിത്യം തപസ്സു ചെയ്തിടിനേൻ. ഞാൻ അനേകായിരം സംവത്സരം തവ ശ്രീരാമനെ അങ്ങയെ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അദ്ദൈവ നൂനം ഫലിതം രഘുപതേ. അതായത് ഭഗവാനെ തന്നെയാണ്, ശ്രീരാമത്തിനാണ് ഞാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമ രൂപം സന്ദർശനാർത്ഥം, ഭഗവാന്റെ രൂപം കണ്ട് സന്ദർശനാർത്ഥം തപോബലം അദ്ദൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദ്യനെല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബഹിർസ്ഥിതം. അതായത് അന്തർ അകത്ത്, ബഹ് വെളിയിൽ, അപ്പം അന്തർബഹിസ്ഥിതം സർവഭൂതേഷു സർവഭൂതങ്ങളിലും നമ്മൾ ഉൾപ്പെടെ ഈ ബ്രഹ്മാവ് തൊട്ട് താഴേക്കുള്ള പുൽക്കൊടി വരെ എല്ലാത്തിനും ആരായിരിക്കുന്ന ബഹ് അകത്തും പുറത്തും, നമ്മുടെ അകത്തും എല്ലാത്തിൻ്റെയും പുറം മൊത്തവും അഖണ്ഡം മൊത്തവും എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും ഉള്ളിലും. അന്തർബഹിർസ്ഥിതം സർവഭൂതേഷു സന്തതം ലക്ഷ്യ ആദ്യന്തഹീനം പരം. മായാ യവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. മായാ യവനിക, അതായത് മായയാൽ മറയപ്പെട്ട മായയാകുന്ന തിരശീല കൊണ്ട് മറഞ്ഞിരിക്കുന്ന, അത് എന്താ തിരശീല? ഈ പ്രപഞ്ചം തിരശീലയാണ്, അതിൽ മറഞ്ഞിരിക്കുക. ഭഗവാനെ വെളിയിൽ കാണാൻ പറ്റത്തില്ല, അതാണ് രൂപമില്ല എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നിന്ന് അടങ്ങിയിരിപ്പുണ്ട് ഈശ്വരൻ. ഈ വായു എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ ഭഗവാൻ പരമാത്മാവ് എല്ലാത്തിലും അടങ്ങിയിരിപ്പുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതെന്താ തിരശീല പോലെയാണ് ഈ മായ ജാലം. അതുകൊണ്ട് നമുക്ക് കാണാം. അത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് പ്രകാശിക്കണം, തെളിവേണം. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അഴുക്കെല്ലാം പോയി വരുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരും. അപ്പം ഈ യവനിക അങ്ങ് മാറിപ്പോകും. നമുക്ക് നന്നായി തെളിഞ്ഞ് കാണാം. കണ്ണാടി കൂടെ നമുക്ക് മുഖം നോക്കുക, അഴുക്കൊണ്ടേ കാണാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തെളിഞ്ഞ കണ്ണാടിയിൽ നമുക്ക് എന്തൊരു മുഖം നന്നായി കാണാം. അതുപോലെ നമ്മുടെ ഹൃദയം വെടുപ്പാണ്. അഴുക്ക് പോകുമ്പോൾ എവിടെ കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് നമുക്ക് കാണാം. ഭഗവാനെ പ്രത്യക്ഷമായിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് പറയുന്നു. കച്ചിൽ പുരുഷനന്തി 4 മായ യവനിക ചന്നനായി വാഴുന്ന, അത് അങ്ങനെ കഴിയുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അങ്ങനെ മായാമനായ മനുഷ്യനായി വന്ന വിഗ്രഹം ഭഗവാനാണ്. വിഗ്രഹം ശരീരം, അപ്പം മനുഷ്യ വിഗ്രഹം, മനുഷ്യ ശരീരം എടുത്ത ഭഗവാനാണ്. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു, അജ്ഞാനികൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അജ്ഞാനികൾ ധരിക്കുന്നത് എന്താ? അവരെ പോലെയാണെന്ന് ഭഗവാൻ. ഇവിടെ ജനിച്ചതെല്ലാം മനുഷ്യർ അങ്ങനെയല്ലേ? അപ്പം അതുപോലെയാണ് ഭഗവാൻ ഇവിടെ വന്നേക്കുന്നത്. ഒരു സ്ത്രീ പ്രസവിച്ചതല്ലേ? അപ്പം അതുകൊണ്ട് അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു ഭഗവാനെ അത് അറിയത്തില്ല. അറിയില്ലാത്ത അന്ധന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭഗവാൻ കേവലം. അപ്പോൾ അങ്ങനെ അജ്ഞാനികൾക്കൊന്നും ഇത് അറിയാൻ പറ്റത്തില്ല, പരമാത്മാവിനെ അറിയത്തില്ല, ഇങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള വിജ്ഞാനമൂർത്തിയല്ലോ ഭഗവാൻ കേവലം. ഭാഗവതന്മാർക്ക് ഭക്തി യോഗാർത്ഥമായി ലോകേശ മുഖ്യ അമരോഘ അർത്ഥിക്കയാൽ, അതായത് ഭാഗവതന്മാർക്ക് ഭക്തി യോഗാർത്ഥമായി, ഈ ഭക്തിയുള്ള ആണല്ലോ ഭാഗവതന്മാർ, അവർക്ക് ഭക്തി യോഗാർത്ഥമായി ലോകേശ മുഖ്യ അമരോഘ അർത്ഥിക്കയാൽ, ഈ ലോകേശത്തുള്ള മുഖ്യന്മാർ ബ്രഹ്മാദികളുള്ള ദേവന്മാരെല്ലാം അർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ഭൂമിയിൽ വന്ന അവതരണ നാഥനെ. അതായത് ഭഗവാൻ ഇവിടെ വരാനുള്ള കാരണം എന്താ?
ഭൂമിദേവിയും ബ്രഹ്മാവും ദേവേന്ദ്രനും സർവ്വപേരും പോയി അപേക്ഷിച്ചു. ആരോടാണ്? പരമാത്മാവിനോട് തന്നെ, നാരായണനോട് തന്നെ, വൈകുണ്ഠവാസിയോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവിടെ ഭഗവാൻ അവതരിച്ചത്, മനുഷ്യവേഷം എടുത്തു വന്നത്. അതുകൊണ്ട് ലോകേശ മുഖ്യ അമരോഗ പ്രാർത്ഥിക്കുകയാൽ മുഖ്യച്ച പ്രധാനികൾ, നമ്മൾ മനുഷ്യരുടെക്കാളും പ്രധാനികൾ ആരാണ്? ദേവനും ബ്രഹ്മാവൊക്കെ അല്ലേ? അവർ പ്രാർത്ഥിച്ചതുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ വന്ന അവതരണ നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നത്? അങ്ങനെയുള്ള ഭഗവാനെ അജ്ഞാനിയായ ഞാൻ എന്താ അറിയുന്നത്? ഈ മഹിമ അതിൻ്റെ പേരെന്താ സ്വയംപ്രഭ പറഞ്ഞു. അത് അവരും അജ്ഞാനിയല്ലയോ, ജ്ഞാനം എനിക്കറിയില്ലല്ലോ, അങ്ങനെ ഞാൻ എന്താ അറിയുന്നത്? ഭഗവാനെ ഞാൻ എങ്ങനെ ഞാൻ താമസിയാണല്ലോ, എനിക്ക് അറിവില്ലല്ലോ, ഞാൻ എന്താ അറിയുന്നത്? സച്ചിന്മയം തവ തത്വം ജഗത്രയെ കച്ചിൽ പുരുഷൻ അറിയും സുഹൃതനാം. അതായത് യാതൊരുവൻ ഭഗവാനെ അറിയുന്നു, യാതൊരുവൻ ഈ ഭഗവാനാണെന്ന് അറിയുന്നവൻ സുഹൃതമാണ്. നമുക്ക് ഒരു 100-ലോ അല്ലെങ്കിൽ ഒരു 1000-ലോ 1-2 പേർക്ക് ഭക്തന്മാർക്ക് അറിയാം ഭഗവാൻ യഥാർത്ഥ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചിന്തിക്കല്ല, ഉൾക്കൊള്ളും. അങ്ങനെ ഉൾക്കൊള്ളുന്നത് എന്താ? അവരുടെ സുഹൃതം കൊണ്ട്, അവരുടെ നന്മ കൊണ്ട്. അവർക്ക് അറിയാം, അവർ മനസ്സിലാക്കുന്നു ഭഗവാനെ കുറച്ച് മനസ്സിലാക്കി. ഇതെങ്ങനെ മനസ്സിലാക്കുന്നു? ഇതൊക്കെ വായിക്കും, വിശ്വസിക്കുന്നു. ചിലർ വായിച്ചാലും വിശ്വസിക്കാത്തവരുണ്ട്, വെറുതെ കാശിന് വേണ്ടി വായിക്കാൻ പോകും. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് വരി തെറ്റില്ലാതെ വായിക്കും, പക്ഷെ വിശ്വസിക്കത്തുമില്ല, ഭക്തി ഉണ്ടാകത്തില്ല. വിശ്വസിച്ചെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടായത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കും. അതാരാ? ചില ഭക്തന്മാർ. അതുകൊണ്ടാണ് കച്ചിൽ പുരുഷൻ അറിയും സുഹൃതിനാം രൂപാന്തഭേദം സദാഭാതു മാനസേ. അതായത് അങ്ങയുടെ ഈ രൂപം എപ്പോഴും മനസ്സിൽ ശോഭിക്കട്ടെ. ഈ അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം ഈ ദേവിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭക്തന്മാരുടെ മനസ്സിൽ എപ്പോഴും പ്രകാശിക്കട്ടെ. എന്താ? നമ്മൾ അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ ഉള്ളിലും പ്രകാശിക്കും. അത് നമ്മുടെ സുഹൃതം കൊണ്ടാണെന്ന് കാരണം നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യങ്ങളുടെയൊക്കെ ഫലം കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഭഗവാനെ ഇത് മനസ്സിലാക്കാനെങ്കിൽ ഇങ്ങനെയാണ് എന്നൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് വിശ്വസിക്കാൻ അത് കഴിയുമെങ്കിൽ അത് സുഹൃതം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കച്ചിൽ പുരുഷനറിയും സുഹൃതിനാം. അങ്ങനെയുള്ള ഈ ഭഗവാനെ യഥാർത്ഥമായി ആരെങ്കിലും ഒരുവൻ അറിയുന്നെങ്കിൽ അവൻ സുഹൃതിയാണ്. രൂപാന്തഭേദം സദാഭാതു മാനസേ. അത് അങ്ങോട്ട് ഈ രൂപം എപ്പോഴും മനസ്സിൽ ശോഭിക്കണമേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. എന്നിട്ട് താപസന്ധാസ്ഥിതം താപത്രയാപഹം. നമ്മുടെ വിഷമങ്ങളെല്ലാം സന്ധാസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം. കേവലം ഭഗവാന് അങ്ങയുടെ ശ്രീപാദം എപ്പോഴും ദർശിക്കാമാകണം. ഭഗവാനെ ശ്രീരാമ മോക്ഷൈക ദർശനം. കേവലം എനിക്ക് മോക്ഷങ്ങളുണ്ടാകണം. ജന്മമരണ ഭീത നാമദർശനം. നമുക്ക് ജനന മരണത്തിൽ നിന്നെല്ലാം ആ ഭയമെല്ലാം അകറ്റണം. ആ ദർശനം കൊണ്ട്, ഭഗവാന്റെ ദർശനം കൊണ്ട് ഇതൊക്കെ മാറണം. അതായത് ജന്മമരണങ്ങളെല്ലാം മാറിയിട്ട് മോക്ഷത്തിലേക്ക് പോകണം. സന്മാർഗ ദർശനം വേദാന്ത ദർശനം. സന്മാർഗം വെച്ചാൽ നല്ല വഴി ദർശിക്കണം. നന്മ നമുക്ക് നന്മയായിട്ടുള്ള ദർശനം നമുക്ക് ഉണ്ടാകണം, വേണ്ടാത്ത വഴിക്ക് പോകാതെ. അങ്ങനെ ഉണ്ടാകണമേ വേദാന്ത ദർശനം. അങ്ങനെ വേദാന്ത ദർശനം ആകണമേ. വേദാന്തം വെച്ചാൽ ഇതൊക്കെ വേദാന്തങ്ങളാണ്. പുത്രകളത്രമിത്ര വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ എന്ന് വെച്ചാൽ പുത്രവും ഭാര്യയും മക്കളും മിത്രവും അർത്ഥം ധനവും അതൊക്കെ വിഭൂതികളുണ്ട്. ഇതുകൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യരെല്ലാം അഹങ്കാരികളാണ്. എന്താ? ഇഷ്ടം പോലെ എല്ലാം ഉള്ളവരെന്ത് വരും? അവർക്ക് സാധുത്വമില്ല, ഭഗവാന് വേണമെന്ന് ആഗ്രഹമില്ല, അവർക്ക് അഹങ്കാരം വർദ്ധിക്കും. അങ്ങനെയുള്ള മനുഷ്യരാണ്. അങ്ങനെ രാമേത് ജപിക്കയിൽ എന്നുമേ അവരാരും ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുക. അവർക്കതിന് ആവശ്യമില്ല. അവർക്ക് സർവ്വതും ഉണ്ടെങ്കിൽ അവർ അഹങ്കരിക്കുമ്പോൾ ഇപ്പം ദൈവത്തിനെ പറഞ്ഞാൽ എന്താ, നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമുക്കൊരു ദുഃഖം വരുമ്പോഴേ ഇങ്ങനെ അധികമായി പ്രാർത്ഥിക്കും ഇങ്ങനെയുള്ളവരൊക്കെ. അല്ലെങ്കിൽ അവർക്ക് ദുഃഖം അല്ലെങ്കിൽ അവർക്ക് എന്താ വേണം, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ, എത്ര അഹങ്കാരികളായുള്ള മനുഷ്യർ രാമേത് ജപിക്കയില്ലെന്നുമേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല, ഭജിക്കത്തില്ല. രാമനാമം ജപിക്കായി വരേണമേ. എനിക്ക് രാമനാമം ജപിക്കായി വരേണമേ. എനിക്ക് രാമനാമം ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചന അർദ്ധായതേ നമ. അവരങ്ങനെ പ്രാർത്ഥിക്കുന്നു. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ ദേ നമ. വേദാത്മകം കാമരൂപണം ഈശാനം ആദിമധ്യാന്ത വിവർജിതം സർവത്ര അന്യേ സമഞ്ചരന്തം പുരുഷം പരം. നിനക്കൊഴിഞ്ഞ ആർക്കറിയാഞ്ഞിടൂ. നിനക്കല്ലാതെ അറിയാൻ ആർക്ക് പറ്റും? നിനക്കല്ലാതെ നിനക്ക് ഒഴിഞ്ഞ് ആർക്കറിഞ്ഞിടാവൂ. അതിൻ്റെ അർത്ഥം എന്താണ്? പരമാത്മാവായ ശ്രീരാമന് മാത്രമേ അറിയാൻ പറ്റൂ. വേറൊരാൾ എങ്ങനെ അറിയും?
അതുപോലെ ശ്രീരാമനെ പോലെ ഭൂമിയിൽ വേറെ ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റൂ. ആരാ പിന്നെ ഉള്ളത്? ശ്രീരാമനല്ലാതെ ലക്ഷ്മണൻ അറിയാൻ പറ്റൂ? ലക്ഷ്മണൻ ശ്രീരാമനെ പോലെ അല്ലല്ലോ, കുറച്ച് കലകളിലൂടെ വന്നേക്കുന്നത്. ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ ആ ശ്രീരാമനെ അറിയണമെങ്കിൽ ശ്രീരാമന് മാത്രമേ അറിയാൻ പറ്റൂ, മറ്റാർക്കും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മറ്റേ വിടംബനം ദേവാ തേ ചേഷ്ടിതം. മനുഷ്യരെ പോലെയുള്ള ഭഗവാൻ അതുകൊണ്ടിവിടെ മനുഷ്യരും അടുത്ത് വന്നു. പിന്നെ മർത്യ വിടംബനം ദേവാ തേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കൽ എന്തറിയാവതും. അതായത് ഭഗവാൻ ഇങ്ങനെ പരമാത്മാവ് മനുഷ്യവേഷം ധരിച്ച് വരുന്നുണ്ട്. അത് ഭഗവാന്റെ ചേഷ്ടിതമല്ലേ? ചിത്തയെ നിരൂപിക്കൽ എന്തറിയാവതും. ഇങ്ങനെ നിരൂപിച്ചാൽ എന്താ ഭഗവാനെ പറ്റി ആർക്കും അറിയാൻ ഒന്നും പറ്റത്തില്ല, ആർക്കും അറിയാൻ പറ്റത്തില്ല. ഭഗവാന് മാത്രമേ അറിയാൻ പറ്റൂ. ത്വന്മായ പിഹിതാത്മാക്കൾ കാണുന്ന ചിന്മയനായ ഭവാനെ ബഹുവിധം. അതായത് ത്വന്മായ ഭഗവാന്റെ തന്നെ മായ പിഹിതാത്മാക്കൾ, അതായത് മറയ്ക്കപ്പെട്ട ആത്മാവുള്ളവർ കാണുന്ന ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവ ഭവാൻ അവസ്ഥാന്തരെ ഓരോരോ അവസ്ഥാന്തരങ്ങളിൽ ദേവ തിര്യങ്ങ് മനുജാതികളിൽ ജനിച്ച് ആദ്യങ്ങളാ കർമ്മങ്ങൾ ചെയ്വതും നിൻ മഹാമായാവിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭൂ. മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ഈ ഭൂമിയിൽ പല പല വേഷത്തോടും ജാതനായ കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ എന്തൊക്കെ വേഷത്തിലാണ് വന്നേക്കുന്നത്? മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും എന്തൊക്കെയാ വന്നേക്കുന്നേ? വാമനൻ, പരശുരാമൻ, ഇങ്ങനെയൊക്കെ. ഇപ്പൊ ശ്രീരാമൻ മേദിനി തന്നെ ഭൂമിയിൽ വിചിത്ര പല പല വേഷത്തോടും ജാതനായി. എന്തിനാ ജാതനായത്? കർമ്മങ്ങൾ ചെയ്യുന്നത് ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും തൊൽക്കഥ പീയൂഷപാന സിദ്ധിക്കെന്നും. ഇവിടെ ഭഗവാൻ വന്നത് എന്തിനാ ജാതനായത്? ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും ഇവിടെ കർമ്മങ്ങൾ ചെയ്യാനാണ് വന്നേ. ഭക്തർക്ക് എന്താ നിത്യകർമ്മങ്ങൾ? ഭക്തിയുള്ള ഭക്തന്മാർക്ക് ഉപദ്രവകാരികൾ ആരെന്നുണ്ടെങ്കിൽ അവരെ നിഗ്രഹിക്കണം. ഭക്തന്മാർക്ക് അത് ചെയ്ത് കൊടുക്കണ്ടേ? അതിനു വേണ്ടിയാണ് ഭഗവാൻ വന്നത്. അതുകൊണ്ട് ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും തൊൽകഥാ പീയൂഷപാനം സിദ്ധിക്കെന്നും. അങ്ങനെ സിദ്ധിക്കണമെങ്കിൽ നമുക്ക് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തിരുന്ന് ഭഗവാന്റെ വചനമാകുന്ന ആ അമൃതാകുന്ന ആ രസം പാനം ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരാൾ വന്ന് നമ്മളെ വിഘ്നപ്പെടുത്തിയാൽ പറ്റുമോ? ദുഷ്ടന്മാരായ ഒരുത്തം നമ്മൾ ഒരു യാഗോ എന്തൊക്കെ ഒരു പ്രാർത്ഥനയോ ഒരു നല്ലൊരു കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോമമൊക്കെ ദുഷ്ടന്മാരൊന്നും നശിപ്പിച്ചാൽ അവിടെ എന്തുണ്ടാവും? ഭക്തനത് ശരിയാവൂ? അപ്പോൾ എന്താ അവർ പറഞ്ഞ സത്യമല്ലേ? ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും തൊൽകഥ ഭഗവാന്റെ കഥ പീയൂഷം അമൃത് അത് പാനം സിദ്ധിക്കുക ചെയ്യുന്നത്. അത് നമ്മൾ പാനം ചെയ്യണം. എങ്ങനെയാ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ വയറിറച്ച് കേട്ട് അകത്തോട്ട് ഇറങ്ങുക. ഇത് കേൾക്കുമ്പോണ്ടാണ് ആ ഭക്തി ഉള്ളോട്ട് ഇറങ്ങുന്നതാണ് പാനം ചെയ്യുക. അത് വെള്ളമല്ല, ഈ അമൃത്. ഇത് അമൃതാണ്, ഈ വചനമാകുന്ന അമൃത് എന്ന് ചൊല്ലുന്നതോ മറ്റും അങ്ങനെ ചിലരൊക്കെ പറയുന്നു ഇതാണ്. എന്നിട്ട് ചിലർ എന്ത് പറയുന്നു? ചൊല്ലുന്നതോ ഭുവി കോസല ഭൂപതിതനുടെ ഘോര തപോ. ഒത്തിരി പേപ്പർ ഉണ്ടല്ലേ വായിക്കാൻ. ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതീതനുടെ ഘോര തപസ് ഫലസിദ്ധയെ നിർണയമെന്ന് ചിലർ പറയുന്നിതു. അതായത് അച്ഛനും അമ്മയും വലിയ തപസ് ചെയ്തിട്ട് അവർക്ക് മകനായി വരണമെന്ന് പ്രാർത്ഥന ആ സിദ്ധിക്കാണ് വന്നതെന്ന് ചിലർ പറയുന്നു. ചിലർ കൗസല്യയാൽ പ്രാർത്ഥമാനമായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്ന് ചിലർ സീതയാണ് മൈഥിലി, അവരുടെ ഭാഗ്യത്തിനാണെന്ന് ചിലർ പറയുന്നു. സീതയ്ക്ക് ശ്രീരാമനെ കിട്ടാൻ വേണ്ടി. ചിലർ പറയുന്നത് സ്രഷ്ടാവതാൻ അപേക്ഷിക്കാൻ വന്നിഹ ദുഷ്ടനിശാചര വംശം ഒടുക്കുവാൻ, രാക്ഷസവംശം ഒടുക്കുവാൻ ബ്രഹ്മാവൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്ന് ചിലർ പറയുന്നു. മർത്യനായി വന്നു പിറന്നത് നിർണയം പൃഥ്വിയിലെന്ന് ചിലർ പറയുന്നത്, മനുഷ്യനായിട്ട് വന്ന് പിറന്ന് ചിലർ പറയുന്നു. ഭൂപാലപുത്രനായി വന്നു പിറന്നതു ഭൂഭാര നാശത്തിനെന്നതു ചിലർ. ഇവിടെ ഭൂമിയിൽ വന്ന് പിറന്ന പുത്രനായിട്ട് വന്നത് ഇവിടെ ഭൂമിയുടെ നാശം ഭൂഭാരം നശിപ്പിച്ച അത് ഭാരത്തെ ഇല്ലാതാക്കാനാണെന്ന് ചിലർ പറയുന്നു. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ സാക്ഷി കുലത്തിങ്ങൾ പിറന്നതു ദേവശത്രുക്കളെ നിഗ്രഹിച്ച് അൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്ന് ചൊല്ലുന്നതു ദിവ്യ പുനിജനം. ഒന്നും തിരിച്ചറിയാവതല്ലേ? എനിക്കൊന്നും തിരിച്ചറിയാമയ്യ ഭഗവാനെ. ഇതിങ്ങനെ പലരും പലതും പറയുന്നു. ഇങ്ങനെ പലതായിട്ടാണ് പറയുന്നത്. ഭഗവാൻ ഇതിന് വന്നു അതിന് വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുന്നു.
രാക്ഷസനെ കൊന്ന് ഭക്തന്മാരെ രക്ഷിക്കാനെന്നും പറയുന്നു. ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളും മനുഷ്യരിങ്ങനെ പറയുന്നു. അതെല്ലാം ആര് പറഞ്ഞു? ഈ മഹതി, അതായത് പേരെന്തോ, സ്വയംപ്രഭ. യാതൊരുത്തരും തൊൽക്കഥകൾ ചൊല്ലുന്നത് ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുപോൻ കാണാം അവന് തെൻപാത പങ്കേരുഹം. നമ്മൾ ഈ ദുരിതമാകുന്ന ഈ സംസാര സാഗരം, അത് അർണവം, ഇത് കടന്ന് ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം മുക്തി കയറി ചെല്ലുന്നവർക്ക് ഭഗവാന്റെ പാദം കാണാം, ആ പത്മം കാണാം അവന് നിൻപാത പങ്കേരുഹം. തൊന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൻ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്ന, അതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നത്? ഇങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെ അറിയാനാണ്? എനിക്ക് അജ്ഞാനമാണ്, എനിക്ക് അറിവില്ല, എനിക്ക് അന്ധകാരമാണ്. ഞാൻ എങ്ങനെ ഇങ്ങനെയുള്ള ഭഗവാൻ എന്നെ അറിയുന്നു? എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നത് മഹാം? ഞാൻ എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിച്ച് സ്തുതിക്കുന്നത്? ശ്യാമളം കോമളം ബാണ ധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപിലകുല സേവിത അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമ, രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയംപ്രഭയും വീണ് മംഗലവാച നമസ്കരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്തുതിച്ചിട്ട് ഭഗവാന്റെ കാൽക്കൾ വീണ് നമസ്കരിച്ചു. മംഗലവാച, നല്ല സന്തോഷകരമായ വാചകം കൊണ്ട് ഭഗവാൻ നമസ്കരിച്ചു. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനി ഉടൽ ചെയ്തു. ഭഗവാൻ പറയുന്നു, സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്ന് മാനസേ കാംക്ഷിതം ചൊല്ലുന്ന എൻ്റെ ആഗ്രഹം എന്താണ് പറയൂ എന്നത് കേട്ട് അവളും പറഞ്ഞിടിനാൾ ഇന്ന് വന്നു മമ കാംക്ഷിതം, എൻ്റെ ആഗ്രഹമൊക്കെ ഇന്ന് സഫലമായി. ഭഗവാനെ കണ്ടല്ലോ. എത്ര കുത്രാമി വസിക്കലും തൊൽപാദ ഭക്തിക്ക് ഇളക്കമുണ്ടാകാതിരിക്കണം. ഞാൻ എവിടെ വസിച്ചാലും ഭഗവാനുള്ള ഭക്തിക്ക് എനിക്ക് ഇളക്കമുണ്ടാകരുത്. നമ്മളെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്ക് അല്പം എന്തെങ്കിലും ചിന്ത വിട്ടാൽ പോകും ഭക്തി. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഭക്തി മാറിപ്പോകരുതേ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എവിടെ വസിച്ചാലും ഭഗവാനുള്ള ഭക്തി എനിക്ക് ഇളക്കമുണ്ടാകരുത്. തൊൽപാദ ഭക്ത പ്രത്യേക സംഘം ഉൾപ്പുവിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. ഭഗവാന്റെ ഭക്തരാകുന്ന വൃത്തിയിലുണ്ട് ദാസന്മാർ, അവരുടെ സംഘം എപ്പോഴും ഉണ്ടാകണം. എന്താ? ഇതൊക്കെ കേൾക്കാം, ഇങ്ങനെ മറ്റുള്ള പറഞ്ഞാൽ കേൾക്കാം. അവിടെ അങ്ങനെ ഉണ്ടാകണം. പ്രാകൃതന്മാരായ ജനങ്ങളിൽ സംഗമേകത സംഭവിച്ചിടാ മാനസേ. ദുഷ്ടന്മാരായ പ്രാകൃതന്മാരെ ചെന്താ ഈശ്വരനെ അറിയാത്ത ഇതൊന്നും പിന്നെ ഇത് എന്തുവാ അവൾ എപ്പോഴും പോയിരുന്നു അവിടെ ഇരുന്ന് കുത്തിയത് വായന, എപ്പോഴും ഒരു ഭക്തിയാണ്, വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പ്രാകൃതന്മാരല്ലേ. അവരുടെ ഒരു സംഗമവും ഉണ്ടാകരുത്, ഒരു കൂട്ടുകെട്ടും ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലുള്ള സ്വന്തം അമ്മയായാൽ പോലും പ്രാകൃതനാണോ സഹകരിക്കാൻ പോകരുത്, പ്രാകൃതയാണെങ്കിൽ. കാരണം അവർ നമ്മളോട് ചേരത്തില്ല. ഇത് വായനാശീലമുള്ളവർ, ഇത് ഭഗവാൻ ഭക്തി വർദ്ധിക്കുന്ന ജനങ്ങൾ ഒരിക്കലും സജ്ജനങ്ങളുമായിട്ടേ സംസർഗം ചെയ്യാവൂ. അമ്മയായാലും ഇങ്ങനെ പ്രാകൃതയാണെങ്കിൽ ഒരിക്കലും അവരുടെ കൂട്ടുകെട്ടാൻ പാടില്ല. പ്രാകൃതന്മാരാ ജനങ്ങളിൽ സംഗമം ഏകതാ സംഭവിച്ചിടാ മാനസേ, എൻ്റെ മനസ്സങ്ങനെ ആകരുതേ. രാമരാമേനെ ജപിക്കായി വരെയാണ്. അങ്ങനെ സംഘം നമുക്ക് ഇത് വിട്ടുപോകും. നമ്മൾ ഇതിൽ നിന്ന് മാറി ആ ദുഷ്ടതയിലേക്ക് പോകും, അതായത് പ്രാകൃതത്തിലേക്ക് പോകും. അതുകൊണ്ട് ആ സജ്ജനം അങ്ങനെയുള്ളവരായിട്ട് സംഗമം പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തുകൊണ്ട് ഒരു ഫലവും ഇല്ലാതെ പോകും. അതുകൊണ്ട് രാമേനെ ജപിക്കായി വരണമേ. ഒരു നാമം ജപിക്കാത്ത ഒരാളോട്ട് കൂട്ടിട്ടാൻ കൊള്ളത്തില്ല, അവർ പ്രാകൃതനാണ്. രാമപാതയെ രമിക്കണം. എൻ മാനസം ഭഗവാന്റെ പാദത്തെ എൻ്റെ മനസ്സ് രമിക്കണം വെച്ചാൽ നമ്മൾ അത്രമാത്രം രമിക്കണം, അത്രമാത്രം പ്രയത്നമുണ്ട് ഇതിന്. മറ്റ് ചിന്തകളെല്ലാം വിട്ടെങ്കിലേ ഇത് രമിക്കാൻ പറ്റൂ. സീത സുമിത്രാത്മജാന്യതം രാഘവം പീതവസ്ത്രം ചാപ ബാണാസനധരം ചാരു മകുട കടക കടിസൂത്ര ഹാര മകര മണിമയ കുണ്ടല നൂപുര ഹേമാങ്കതാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ എന്നിങ്ങനെ സമയാമം ഒരു വെപ്രാളമാണ്. മറ്റെനിക്കേതും വേണ്ട വരം വിഭോ പറ്റാക ദുസ്സംഗം ഉള്ളിൽ ഒരു ദുസ്സംഗം ചെന്നാൽ അതും ഇതാ ദുഷ്ടന്മാരുമായിട്ട്, അതും ഈ പറഞ്ഞക്ക് നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ അടുത്തുള്ളവരോ അന്യവരോ ആരായാലും ഒരു ദുഷ്ടനെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ അവരായിട്ട് സഹകരിക്കണ്ട. അതുകൊണ്ട് അങ്ങനെ പറ്റായ എനിക്ക് ഒരിക്കലും ദുസ്സംഗം ഉള്ളിൽ ഒരിക്കലും, അതുപോലെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിൽ ഒരു ദുസ്സംഗം ഉണ്ടാകരുതേ, വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകരുതേ, സന്മാർഗങ്ങൾ തന്നെ ഉണ്ടാകണമേ, ഈശ്വരങ്ങളിലേക്ക് അടുക്കാനുള്ള വഴി തന്നെ എന്നിൽ ഉള്ളിൽ ഉണ്ടാകണമേ, അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകരുതേ. ശ്രീരാമദേവൻ അത് കേട്ട് അവളോട് ചാരു മന്ദസ്മം പൂണ്ട് അരുളി ചെയ്തു, ഏവം ഭവിക്കാൻ നിനക്ക് മഹാഭാഗ്യേ ദേവി, നീ പോകാ ബദരിയാശ്രമസ്ഥലേ, നിനക്ക് അതുപോലെ തന്നെ ഭവിക്കട്ടെ. അതുപോലെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. തത്രൈവ നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്കുത കളേബരം പഞ്ചഭൂതാത്മകം. അങ്ങനെ തത്രൈവ അങ്ങനെ തന്നെ നിത്യമെന്ന് ധ്യാനം ചെയ്ത് മുക്കുത കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ, അങ്ങനെ ഈ പഞ്ചഭൂതാത്മകമാകുന്ന ചേരുമെങ്കിൽ പരമാത്മനെ കേവലേ
തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘുത്തമവാക്യ അമൃതം മുതാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണം പദം പ്രാപിച്ചതവ്യയം. അങ്ങനെ അവര് ഭഗവാനെ ധ്യാനിച്ച് മോക്ഷം പ്രാപിച്ചു. അങ്കദാദികളുടെ സംശയമാണ് ഇനി. മർക്കട സഞ്ജയൻ ദേവിയെ ആരാഞ്ഞ് വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കിട്ടാകും വന്മർക്ക് സീതയെ കാണാൻ പറ്റുന്നില്ല. ചിന്തിച്ചു ഖേദിച്ച് താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ, പാതാളം ഉൾപ്പു കുഴന്ന് നടന്നു, നാം ഏതും അറിഞ്ഞില്ല, വാസരം പോയതും പാതാളത്തിലൊക്കെ പോയി തിരണ്ടൊന്നും സീതയെ കണ്ടില്ല, സമയം ദിവസം വാസരമൊക്കെ പോയതൊന്നും അറിഞ്ഞില്ല, മാസം അതീതമായി വന്നതു നിർണയം. അത് തിരിച്ചു ചെല്ലേണ്ട സമയം ഒരു മാസം പറഞ്ഞേക്കുന്നത്, അപ്പോഴേ തിരിച്ചുള്ള സമയമായി, ഇതുവരെ സീതയെ കണ്ടിട്ടാൻ പറ്റുന്നില്ല, വെറുതെ പോകാൻ പറ്റുമോ, അതുകൊണ്ട് അവരെ ഭയക്കുക. സീതയെ ഭൂമിയുടെ പുത്രിയാണല്ലോ, ഭൂസുതയെ ഇല്ല നാം രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്ക് നാം ചെല്ലുകിൽ എന്നുമേ. നമ്മൾ വെറുതെ രാജനിയോഗം എന്താണ്, നമ്മളെ വധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് 30 ദിവസം ചെന്നില്ലെങ്കിൽ. അതുകൊണ്ട് അത് അങ്ങനെ വരാതിരുന്നാൽ എന്തോരം അങ്ങനെ രാജധാനിക്ക് നാം ഒന്നും കിട്ടാതെ ചെന്നാൽ നിഗ്രഹിച്ചിടും, അതിനുള്ള സംശയം നമ്മളെ വധിക്കും, ഒരു സംശയമില്ല. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാം. സുഗ്രീവനാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടത് വെറുതെ ആകത്തില്ല, നമ്മളെ വധിക്കും. പിന്നെ വിശേഷിച്ച് ശത്രു തനയനാം എന്നെ വധിക്കും. അതിലൊരു ശത്രുവിൻ്റെ തനയനാണ് ബാലി, ശത്രുവാണല്ലോ, ബാലിയെ കൊന്നതുകൊണ്ടും എല്ലാം കൊണ്ടും അതുകൊണ്ടാണല്ലോ ബാലിയെ കൊല്ലാനുള്ള കാരണം, അനുജനാണല്ലോ സുഗ്രീവൻ. അതുകൊണ്ട് ഈ ബാലിയുടെ മകനാണ് അങ്കദൻ. അങ്കദൻ്റെ മനസ്സിൽ എന്തായിരിപ്പ്, സുഗ്രീവനെ ദേഷ്യം കാണും ബാലിയിലുള്ള. അതുകൊണ്ട് ബാലി ഇത് മുഖാന്തരമെങ്കിലും അങ്കദനെ വധിച്ചാലോ, കാരണം യുവരാജാവാക്കാന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് ചിലം വധിച്ചിട്ട് അത് ഒരു ചിന്ത, കുട്ടിയല്ലേ, അതുകൊണ്ട് കുട്ടി പറയുവാണ്. പിന്നെ വിശേഷിച്ച് ശത്രു തനയനാം എന്നെ അങ്കദനെ വധിക്കും, അതിനുള്ള ഒരന്തരം, അതിന് ഒന്നും ഇല്ല, വധിച്ചിരിക്കും. എന്നിൽ അവൻ ഒരു സമ്മോദം എന്തുള്ളത്, എന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി. അതായത് ബാലിയെ നിഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ ഇവനെ കൂടെ കുട്ടിയെ നോക്കിക്കൊള്ളണം, യുവരാജാവാക്കണം, ഇതൊക്കെ പറഞ്ഞ ഭഗവാനാണ് പറഞ്ഞേക്കുന്നത്, സുഗ്രീവനല്ല. അത് പക്ഷേ സുഗ്രീവൻ ഭാഗവതപ്രിയനാണ്, ദുഷ്ടത്തലം കാണിക്കത്തില്ല, പക്ഷെ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. കുട്ടി പറയുന്നു, എന്നിൽ അവൻ ഒരു സമ്മോദം എന്തുള്ള, എന്നെ രക്ഷിച്ചത് രാമൻ തിരുവടിയല്ലേ, എന്നോടൊരു സ്നേഹമൊന്നും ഇല്ലല്ലോ സുഗ്രീവന്. രാമകാര്യത്തെ സാധിക്കാതെ ചെൽകിൽ, ഞാൻ ഇനി ഭഗവാന്റെ കാര്യം സാധിக்க ചെന്നാൽ മാമകൻ ജീവനും രക്ഷിക്കയില്ല, എൻ്റെ ജീവനും അവൻ എടുത്തുകളയും രക്ഷിക്കത്തില്ല. മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവോ തന്റെ ഭാര്യ നിസ്ത്രം പ്രാപിച്ച് വാടുന്ന വാനരപുങ്കവൻ. അതായത് മാതാവിനോട് അങ്കദൻ്റെ സുഗ്രീവന്റെ ഭാര്യയെ സഹോദരൻ്റെ ഭാര്യയില്ല, അതിന് അമ്മയെപ്പോലുള്ളതിന് ബാലി അപഹരിച്ചെടുത്തത് കൊണ്ട് ആ ദേഷ്യം എല്ലാം കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഭ്രാതാവിനെ അമ്മയെപ്പോലെ കാണേണ്ടുന്നല്ലയോ. സഹോദരൻ്റെ ഭ്രാതാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ ലജ്ജയില്ലാതെ പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ആരാ ബാലി, ദുരാത്മാവിന് എന്തരുതാത്തും. അതുകൊണ്ട് അങ്ങനെ ഉള്ളവന് എന്തരുതാത്തും, അങ്ങനെയുള്ള ദുഷ്ടനല്ലയോ ഈ തന്ത ബാലി. സഹോദരൻ്റെ ഭാര്യയെ അങ്ങനെ അപഹരിച്ചാൽ ഇതൊക്കെ ദോഷമല്ലേ കുട്ടി പറയുന്ന. അതുകൊണ്ട് ആ ദേഷ്യം ഈ കുട്ടിയെടുക്ക് തീർക്കും എന്നൊക്കെയാണ് പറയിച്ചല്. അത് പാർശ്വ ദേശീയ ഗമിക്കുന്നതിൽ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഗ്രീവൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേ ഉള്ളൂ. ആ കുട്ടിക്ക് വിഷമം അങ്ങ് കൂടുന്നു. സീതയെ കണ്ടെങ്കിൽ വിഷമമില്ലായിരുന്നു. അതും പറഞ്ഞ് കുട്ടിയെ വധിച്ചു കളഞ്ഞാലോ എന്നൊരു ഭയമുണ്ട്. കാരണം ദുഷ്ടനായിട്ടല്ലേ ബാലി സുഗ്രീവന്റെ ഭാര്യയെ എടുത്തത്, അത് ആരെ സഹിക്കുക. അതുകൊണ്ട് ഇതെല്ലാം ഓർക്കും, കുട്ടിക്കറിയാൻ പാപമാണ് ചെയ്തേക്കുന്നത് ഈ ബാലി. അവൻ വധിക്കേണ്ടവൻ തന്നെയാണ് പിതാവ്. പക്ഷെ അതും പ്രകാരം കുട്ടിയെ കൂടെ കൊന്നുകളയും എന്നൊരു ഭയം ഇപ്പോൾ. അതുകൊണ്ട് ഇവിടെ കിടന്ന് മരിക്കുന്നതേ ഉള്ളൂ, വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകയെന്ന് ചൊല്ലി കരയുന്ന നേരം കവികളും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കുട്ടി. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിക്കോളും, ഞാനും വരുന്നത്, ഇവിടെ കിടന്ന് മരിക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ കവികൾ എന്ത് പറഞ്ഞു, തുല്യ ദുഃഖേന ഭാഷണം തുടച്ച് അൻപോട് ചൊല്ലിനാൻ മിത്രഭാവത്തോട് സത്യം എല്ലാവരും സത്യം എങ്ങനെയാ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് സന്തോഷത്തോട് കൂട്ടുകാരൻ മിത്രം എന്ന് വെച്ചാൽ സഖിയായിട്ട് പറയുന്നത്, രക്ഷിക്കുന്ന കൂട്ടുകാർ. അവർ പറയുന്നു, ദുഃഖിക്കരുത്, ഒരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട്, ഞങ്ങൾ അറിയാം, നീ അങ്ങനെ ഒരു ജാതിക്ക് നിന്നെ ഒന്നും ചെയ്യാമോ, ഞങ്ങളുണ്ട് നിന്നെ രക്ഷിക്കാനെന്ന് കവികളെല്ലാം കൂടെ പറഞ്ഞു. ഇന്ന് നാം പോകുന്ന ഗുഹയിൽ അകംപൊക്ക് നന്നായി സുഖിച്ച് വസിക്കാ വയം ചിരം. നമ്മളിന്ന് പോകുന്ന ഗുഹയില്ലേ, അവിടെ പോയി വസിക്കൂ. സർവ്വ സൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമത് ദേവലോകോപമം. അത് ദേവലോകം തുല്യമാണ്. അവിടെ നീ അവിടെ പോയി കഴിയൂ, അവിടെ എല്ലാം ഉണ്ട്, സുഖങ്ങളാണല്ലോ, അവിടെ പോയി നിൽക്കൂ. ആരാലും വലിയൊരു നാളും ഭയം അവിടെ ആരെ കൊണ്ട് ഒരു ഭയവും ഇല്ല. സഖേ കൂട്ടുകാരാ,
നീ കരയാതെ താരേയ എന്ന് വെച്ചാൽ താരയുടെ മകനെ അങ്കദ താരേയ പോകണം വൈകരുതേതുമേ. അങ്കദൻ തന്നോട് ഇവണ്ണം കവികുലം പുങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ. സമയം പോയേ ദൈവമേ, മക്കളിതെല്ലാം കാണണേ, മുറിച്ച് കളയല്ലേ. ഒത്തിരി ഉണ്ട്, 2 പേപ്പറൂടെ. ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജൻ അങ്കദന് തഴുകി പറഞ്ഞിടന്. അപ്പം എന്ത് മനസ്സിലാഗ്രഹം അറിയുന്നതാണ് ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജൻ അങ്കദനെ. അത് വാദജനര മാരുതപുത്രൻ ഹനുമാൻ ഇത് കേട്ടപ്പോൾ തഴുകി പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു. മറ്റുള്ളവരുടെ ദുഃഖത്തെ മനസ്സറിയുന്നതാണ് ഈ ഹനുമാൻ. അതുകൊണ്ട് ഈ കുട്ടിയുടെ വേദനയും വിഷമമുള്ള ഹനുമാൻ അറിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? മറ്റുള്ള വാനന്മാരാണ്, നീ അവിടെ പോയി ഗുഹയിൽ പോയി കഴിയൂ, ഞങ്ങളൊക്കെ നിനക്ക് സഹായിക്കാനുണ്ടല്ലോ, നീ കരയേണ്ട. അപ്പോൾ എന്തൊരു ദുർവിചാരം! ഹനുമാൻ പറയും, എന്താ ഇങ്ങനെയുള്ള ദുർവിചാരം നിനക്കുള്ള മനസ്സിൽ? ഇത് വല്ലാത്ത വിചാരം, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. എന്തൊരു ദുർവിചാരം! യോഗ്യമല്ല ഇതം അന്ധകാരങ്ങൾ നിനയായി വിനാരും. നീ എന്താ ഇങ്ങനെ അജ്ഞാനമാകുന്ന ഇത് നീ ഇത് ചിന്തിക്കുന്നത്? ഇതിങ്ങനെ സംഭവിക്കത്തില്ല. ശ്രീരാമൻ ഏറ്റവും പ്രിയം ഭവാൻ എന്നോട് താരാസുതനെന്ന് തൻ മനസ്സേ സദാ പാരം വളർന്ന് വാത്സല്യമുണ്ട്. അത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ. ഇത് ഭഗവാന് നിന്നോടുള്ള വാത്സല്യം എനിക്കല്ലാതെ, അത് ഹനുമാനല്ലാതെ മറ്റാർക്കും അറിയാതെ എനിക്കറിയാം ശ്രീരാമനെ. അത്രമാത്രം എന്നോട് പ്രിയമാണ്. അത് നേരെ മനസ്സിലാക്കി ഹനുമാനാണ്. സൗമിത്രേക്കാൾ അതിപ്രിയൻ നീ തവ. അതായത് ലക്ഷ്മണനേക്കാളും പ്രിയൻ്റെ പിറം പോരിക്കുന്നത്. ലക്ഷ്മണനേക്കാളും പ്രിയൻ നിന്നോടാണ് ഭഗവാന്. സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടോ. പ്രേമത്തിന് ഏത് വിളക്കമുണ്ടായവരാ. അത്രമാത്രം സ്നേഹവും പ്രേമമായിട്ട് പ്രേമം തന്നെയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരിയേ ഉള്ളൂ. പ്രേമമാണ് നിന്നോട്. ലക്ഷ്മണനോടും ഇത്ര പ്രേമമില്ല. അതിന് ഒരിക്കലും ഒരു ഇളക്കം ഉണ്ടാകത്ത. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹേമത്തിനുണ്ടോ നിറക്കേട് അകപ്പെടൂ. നമ്മൾ സ്വർണത്തിന് എന്ത് നിറഭേദം വരുമോ? നമ്മൾ എത്ര നാൾ ഇട്ടാലും അതിന് മാറ്റ് കുറയുമോ? അതുപോലെ പ്രേമത്തിന് ഒരിക്കലും മാറ്റ് കുറയത്തില്ല. നിന്നോട് തന്നെയാണ് എല്ലാവരും ഇഷ്ടമെന്ന് ഹനുമാൻ സന്തോഷമായിട്ട് പറഞ്ഞു കൊടുത്തു. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേക്ക് രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസഹേ. ഒരിക്കൽ നീ ഭയക്കണ്ട രാമനെ കൊണ്ട്. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമിൽ ഒരിക്കലും ആരിലും വൈരമില്ല. എന്താ? അവൻ ഭാഗവതോത്തമനാണ് സുഗ്രീവൻ. ഒരു ഈശ്വരജ്ഞാനമുള്ള ഒരു വ്യക്തി ദുഷ്ടതരം ചെയ്യത്തില്ല, ഒരിക്കലും ആരോടും ജീവജാലങ്ങളോടും ചെയ്യത്തില്ല. അപ്പോൾ ശാഖാമൃഗാധിപനായ ഗുരങ്ങന്മാരുടെ അധിപനായ സുഗ്രീവൻ ഭാഗവതോത്തമനാണ്. വൈരമില്ല, ആരിലും ശത്രുതയില്ല. വ്യാകുലം ഉള്ളിലുണ്ടാകരുത് ഏതുമേ. നാഗാധിപാത്മജ നന്ദന കേളിതം. സ്വർഗം നാഗം. അധിപനാര ഇന്ദ്രൻ. ഇന്ദ്രന്റെ പുത്രന്റെ പുത്രൻ ബാലി, അവന്റെ പുത്രനാണ് അങ്കദ. അതുകൊണ്ട് നാഗാധി ആത്മജ നന്ദന, ആത്മജൻ മകൻ, അതിൻ്റെ നന്ദനൻ ഒന്നുകൂടാകുമ്പോൾ കൊച്ചുകുട്ടി അങ്കദൻ. അത് മനസ്സിലാക്കും, കേളു ഇത് പറയുന്ന കേൾക്കൂ. ഞാനും തവ ഹിതത്തെങ്കിൽ പ്രസക്തന അജ്ഞാനികൾ വാക്ക് കേട്ട് ഏതും ഭ്രമിക്കല. അതായത് ഇങ്ങനെയുള്ള ഈ കുരങ്ങന്മാർ പറഞ്ഞ വാക്കുകളൊന്നും നീ കേൾക്കരുത്. ഹനുമാൻ പറഞ്ഞത് മാത്രം കേൾക്കണം. കുരങ്ങന്മാർ അതും ഇതൊക്കെ പറയാം. ആ ഭാര്യയെ കൊന്നു നിന്നോട് ദേഷ്യം കാണുക, അവരോട് വെച്ച് കൂട്ടിക്കൊടുക്കുക ആ കുട്ടിക്ക് സങ്കടത്തിന്. അതുകൊണ്ട് ഞാനും തവ ഹിതത്തെങ്കിൽ പ്രസക്തന അജ്ഞാനികൾ വാക്ക്, അറിവില്ലാത്ത വാക്കുകൾ നീ കേൾക്കുക. ജ്ഞാനമല്ല, ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്ക് കേട്ട് ഏതും ഭ്രമിക്കല. ഹാനി വരായവൻ ഗുഹയിൽ വസിക്കുന്ന വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലു നീ. അവരിങ്ങനെ പറഞ്ഞില്ല നീ ഗുഹയിൽ പോയി വസിക്കാൻ, അത് നീ പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഘവ അസ്ത്രത്തിന് അഭേദ്യമായ ഒന്നുമേ ലോകത്രയത്തിനെങ്കിൽ ഒന്നുമില്ല അറിയുക നീ. രാഘവ അത് ശ്രീരാമൻ്റെ അസ്ത്രം മാത്രമേ ഇവിടെ പ്രയോഗിക്കത്തുള്ളൂ. രാഘവ അസ്ത്രത്തിന് അഭേദ്യമായി, അതിന് വിപരീതമായി ഇവിടെ ഒന്നും തന്നെ സുഗ്രീവനോ ആർക്കും ചെയ്യാൻ പറ്റുകയില്ല. സുഗ്രീവനല്ലേ നിനക്ക് ഭയം? ഒരിക്കലും നടക്കാത്ത കാര്യം. ഭഗവാൻ മാത്രമേ ചിന്തിക്കൂ എന്ത് ചെയ്യണമെന്ന്. തിരക്കി പോയിട്ട് തിരിച്ചു വരായിരുന്നാലും ഭഗവാൻ പറയണം അവിടെ അങ്ങനെ ചെയ്യുന്നത്. സുഗ്രീവൻ പറഞ്ഞ വാക്കൊന്നും വാക്കല്ല. ഇവിടെ ഭഗവാൻ തീരുമാനിക്കണം, ശ്രീരാമനും വിചാരിക്കണം. അതുകൊണ്ട് രാഘവ അസ്ത്രത്തിന് മാത്രമേ നടക്കൂ. അഭേദ്യമായി വിപരീതമായി ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ലോകത്രയത്തിങ്കൽ ഇല്ലെന്നറിയുന്നത്, അങ്ങനെ ഈ ലോകത്തിൽ നടക്കത്തില്ലെന്നറിയുക. അല്പമതികൾ പറഞ്ഞ് ബോധിപ്പിച്ച് ദുർബോധമുണ്ടായി ചമയരുതേതുമേ. അജ്ഞാനികൾ അല്പജ്ഞാനികൾ ഒരറിവില്ലാത്ത ഇച്ചിരി ഇമ്മിണിയൊക്കെ അറിഞ്ഞോണ്ട്. ഇപ്പൊ സുഗ്രീവൻ ആരാ? അത് ബാലയുടെ തന്നെ എത്ര അറിയൂ. സുഗ്രീവനെ ആരെന്ന് വെച്ചാൽ കവികൾ പറയും അത് ബാലിയുടെ അനുജനാണ് എന്ന് പറയും. പക്ഷേ അവൻ ഭാഗവതോത്തമനാണെന്ന് പറയാൻ അവർക്ക് അറിയില്ല. അല്പജ്ഞാനികളാ, അല്പമതികൾ, അല്പ മനസ്സുള്ളവർ എന്ത് പറയും? ബോധിപ്പിച്ച് ദുർബോധമുണ്ടായി അവർ പറഞ്ഞു നീ കേൾക്കണ്ട. അതേതുമേ ആപത്ത് വന്ന് അടുത്തിടുന്ന കാലത്ത് ശോഭിക്കയിലോ സജ്ജന ഭാഷിതം. അതുകൊണ്ട് നീ അജ്ഞാനം പറഞ്ഞ് നിനക്ക് കേൾക്കാൻ ഇടം വരികയാണ്. നിനക്ക് ആപത്ത് കാലത്ത് നല്ലവർ പറഞ്ഞ് നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ദുഷ്ടന്മാർ പറഞ്ഞേ അപ്പോഴും ചെവിക്കൊള്ളൂ. എന്താ
വിനാശം വരണം അതിന്. അതുകൊണ്ട് നീ അത് കേൾക്കാതെ ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും, അപ്പോൾ സജ്ജനത്തോട് വിപരീതം കാണിക്കരുത്. അതുകൊണ്ട് ആ സജ്ജനത്തോട് നീ നേരായി കാണിക്കുക. അതുകൊണ്ട് ദുർജനത്തെ നീ കുറിച്ച് വിശ്വസിക്കുകയും വേണ്ട. ആ ദുർജനത്തെക്കുറിച്ച് വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും വേദദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവ്വ ബന്ധുക്കൾ വച്ച ഒരു വൈരവും വർദ്ധിച്ച് വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നുകൂടും. അതുകൊണ്ട് നീ എന്ത് വേണം? ദുർജനത്തിൻ്റെ കാര്യം നീ വിശ്വസിക്കരുത്, സജ്ജനങ്ങൾ പറയുന്നത് കേൾക്കുക. നമുക്ക് നമ്മളെ ഇങ്ങനെ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ദോഷം വരുമ്പോൾ അജ്ഞാനം അറിവില്ലാത്തത് ഇത്ര കൂട്ടിക്കൂട്ടി നമ്മളെ ചവിട്ടിക്കൂട്ടി കുഴി തള്ളിക്കും. അതാണ് നമുക്ക് നല്ല സമയം അല്ലെങ്കിലത്തെ അവസ്ഥ. അതുകൊണ്ട് നല്ല ആൾക്കാർ, നല്ല സജ്ജനങ്ങൾ പറയുന്നത് നീ കേൾക്കുക, ഹനുമാൻ പറയുന്നത് നീ കേൾക്കണം. അതാണ്. അയ്യോ ഭഗവാനെ, നടുവ് കഴിക്കുന്നു. ഇത്രയും സമയമായല്ലോ ഈശ്വര, 9 മിനിറ്റും കഴിഞ്ഞു ഒന്നും കഴിഞ്ഞിട്ട്. അയ്യോ അങ്ങനെ അത്യന്ത ഗുഹ്യം രഹസ്യമായൊരു വൃത്താന്തം അൻപോട് ചൊല്ലണം കേൾക്കാൻ നീ. അതുകൊണ്ട് ഞാൻ അത്യന്തമായ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. എന്താ പറയാ? അതായത് അപ്പോൾ കുട്ടി വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. ഹനുമാൻ പറയുന്ന കേൾക്കത്തില്ലേ? കുട്ടിക്ക് രഹസ്യമായൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. എന്താ രഹസ്യം? ഭഗവാൻ ആരാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീരാമദേവൻ മനുഷ്യനല്ല, ഓർക്കടോ, ഭഗവാൻ മനുഷ്യനല്ല. അതുകൊണ്ട് നാരായണൻ പരമാത്മാ ജഗന്മയനാണ്. മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു. അതായത് ശ്രീരാമദേവൻ മനുഷ്യനല്ല, ഓർക്കടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ, മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ. അതായത് ഭഗവാൻ മഹാവിഷ്ണു ജായ ഭാര്യയാണ് ആരാ? ഭഗവതി സീത. അപ്പോൾ മനസ്സിലാക്കണം, മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ ഭാര്യ. അപ്പോൾ ദേവി ആരാണ്? വിഷ്ണുവിൻ്റെ ഭാര്യ. ശ്രീരാമൻ ആരാണ്? സാക്ഷാൽ ഭഗവാൻ നാരായണൻ. അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ജായ സകൽ ജഗന്മോഹ കാരണി സീതയാകുന്നത് ലക്ഷ്മണൻ ജഗദാധാരഭൂതനുള്ള പണീശ്വരൻ. അപ്പോൾ സീത ആരാ? ഭഗവാൻ മഹാവിഷ്ണു ജായയാണ്, ഭാര്യയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ആരെന്ന് മനസ്സിലായോ? അപ്പോൾ സീതയെ തിരക്കി പോകുന്ന സീത ആരാന്ന് മനസ്സിലായോ? ഇനി ലക്ഷ്മണൻ ആരാ? ശേഷൻ. അതായത് ലക്ഷ്മണൻ ജഗദാധാരഭൂതനുള്ള പണീശ്വരൻ അനന്തൻ. ശേഷൻ ജഗത്സ്വരൂപൻ ഭൂവി മാനുഷവേഷമായി വന്ന് പിറന്നത് അയോധ്യയിൽ. അങ്ങനെ ഇവിടെ മനുഷ്യവേഷം വന്ന് പിറന്നതാണ് ഇവിടെ അയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയെ രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ പ്രാർത്ഥനാകയാൽ പ്രാർത്ഥിക പുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠസേവൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാവരൻ മർത്യനായി വന്നിങ് അവതരിച്ചിടാൻ ഭൃത്യവർഗം നാം പരിചയിച്ചിടുവാൻ. അങ്ങനെ രാജകുമാരനായി വന്നതാണ് അയോധ്യയിൽ ദശരഥ മഹാവിൻ്റെ മകനായിട്ട് ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഈ ഭൃത്യവർഗം, ഈ ദാസ്യ നമ്മൾ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗന വാനര വേഷമായി പൃഥ്വിയിൽ വന്ന് പിറന്നിരിക്കുന്ന ഈ വാനന്മാരെല്ലാം ഭഗവാനെ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പിറന്നിരിക്കുകയാണ് ഈ കുരങ്ങന്മാരെല്ലാം. അല്ലാതെ ആ നാട്ടിലുള്ളവരൊന്നും അവിടുന്ന് തന്നെ വന്ന് വിട്ടതാണ് ഈ കുരങ്ങന്മാരെല്ലാം ഭഗവാനെ സഹായിക്കാൻ പൃഥ്വിയിൽ വന്ന് പിറന്നിരിക്കുന്നത്. ആരാ? ഈ കുരങ്ങന്മാർ മൊത്തം എവിടെ നിന്ന് വന്നതാ? ഭഗവാന്റെ ഈ രക്ഷയ്ക്ക് വേണ്ടി. അല്ല, ഈ വനത്തിൽ വേറെ ആരാ ഉള്ളേ? അതുകൊണ്ട് ഭഗവാന്റെ സഹായത്തിന് വേണ്ടി ഈ കുരങ്ങന്മാരെല്ലാം ഇവിടെ വന്ന് പിറന്നിരിക്കുന്നു. പണ്ട് നാം ഏറ്റവും തപസ് ചെയ്ത് ഈശ്വരനെ കണ്ടു വണങ്ങി പ്രസാദിച്ച മാധവൻ തൻ്റെ പാരിഷദന്മാരുടെ പദം തന്നത് ഇപ്പോഴും പരിചരിച്ച് ഇനിയും വൈകുണ്ഠലോകം ഗമിച്ച് വാണിടുവാൻ വൈകേണ്ട അതേതും ഇല്ലെന്നറിഞ്ഞിടുക. നമുക്ക് വൈകുണ്ഠലോകം ഗമിച്ച് വാണിടുക, നമുക്ക് വെക്കം പോണ്ടേ. അതുകൊണ്ട് വൈകേണ്ടത് ഏതും ഇല്ലെന്നറിഞ്ഞിടുവാൻ. അപ്പോൾ തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നത് ഇപ്പോഴും പരിചരിച്ച് ഇനിയും പരിചാരകന്മാരുടെ വൈകേണ്ടത് ഏതുമില്ലെന്ന് അറിഞ്ഞിടും നാം അങ്കദനോട് ഇവണ്ണം പവനാത്മജൻ. അത് ഹനുമാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞ് മംഗലവാക്കൾ ചൊല്ലി പലതരമൊക്കെ പറഞ്ഞവൻ്റെ വിഷമം മാറ്റാൻ ആശ്വസിപ്പിച്ചോണ്ട് വിന്ധ്യാ അചലം ബുക്ക്. അങ്ങനെ ആശ്വസിപ്പിച്ച ഹനുമാൻ ഈ അങ്കദനെ. അങ്ങനെ വിന്ധ്യാ അചലം ബുക്ക് കാശ്യപീ പുത്രിയെ നോക്കി ദ്രുതം. അങ്ങനെ ഹനുമാൻ അപ്പം സന്തോഷമായി വിഷമമൊക്കെ മാറിയിട്ട് കാശ്യപീ പുത്രി സീതയെ അന്വേഷിച്ച് സന്തോഷമായിട്ട് അങ്കദനും ഒത്തുചേർന്ന് പോകുന്നു. അല്ലെങ്കിൽ എന്തുവരും? കുഞ്ഞിന് വിഷമമല്ലേ, അതിനാരാ സഹായിപ്പാനുള്ളത്? ദക്ഷിണഭാരതി തീരം മനോഹരം ബുക്ക് മഹേന്ദ്ര അചലേ പദമുത. അങ്ങനെ ദക്ഷിണഭാരതിയിലേക്ക് തീരത്തേക്ക് പോകുന്നു. ദുസ്തരം ഏറ്റവും അഗാധം ഭയങ്കരം ദുഷ്പ്രാപ ആലോക്യ മർക്കട സഞ്ചയം വൃത്രാരപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായി അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ച് മന്ത്രിച്ച് അന്യോന്യം എന്തിനു ചെയ്വതു സന്തതമോർക്കാം. ഗഹുരം ബുക്ക് പരിഭ്രമിച്ച് എത്രയും വിഹുലന്മാരായി കഴിഞ്ഞത് മാസവും. ഈ അവർക്കെല്ലാം ആശ്രയം ഗഹുരം ഇളടെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർ മാസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വരുന്നു, പറഞ്ഞ ദിവസമെല്ലാം കഴിയുന്നു.
തണ്ടാരിൽ മാതിനെ കണ്ടീല നാം, അതായത് ഇത് ദേവിയൊന്നും കാണുന്നുമില്ലല്ലോ ദൈവമേ. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം, ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല കുത്രത്തിൽ. ദശകണ്ഠനെയും ഒന്നും കണ്ടില്ല. ദശകണ്ഠനെ കിട്ടാമെങ്കിൽ അവനെ വധിച്ചാലും മതിയായിരുന്നു. അതുകൊണ്ട് രാവണനെയും കണ്ടില്ല, തണ്ടാരിൽ മാതിനെ, അത് സീതയെയും കണ്ടില്ല. സുഗ്രീവനും തീഷ്ണ ദണ്ഡനത്ര എത്തൂല. എന്നിട്ടും പിന്നെ ഈ ഇവര് എല്ലാം ഗുഹയിൽ കയറുന്ന ഇങ്ങനെ പറച്ചിലിതാ, ഇവരെയും കാണാൻ നമ്മൾ എങ്ങനെ ചെല്ലും, നമ്മുടെ സുഗ്രീവൻ വധിക്കത്തില്ലേ. അതുകൊണ്ട് അവർക്ക് വെപ്രാളമുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അംഗദൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ പറയുന്നത്, ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല കുത്രചിൽ, എങ്ങും എവിടെയും കണ്ടില്ല കുത്രചിൽ എന്ന് പറയുന്നതാണ്. സുഗ്രീവനും തീഷ്ണ ദണ്ഡനത്രേ, അത്രമാത്രം ക്രൂരമായി ശിക്ഷിക്കുന്നതാണ് സുഗ്രീവൻ എന്നാണ് ഈ കവികൾ പറയുന്നത്. അതുകൊണ്ട് തീഷ്ണ ദണ്ഡനത്തിലെ തുലം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം, നമ്മയെല്ലാം നിഗ്രഹിക്കും, വധിക്കും. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യവും ഉപവാസനം മൃത്യു ഭവിപ്പത്. മുക്കതിക്ക് നല്ലു നമുക്ക് പാർത്തോളം എന്നിത്തം നിരൂപിച്ചുറച്ച് കപികുലം. ദർഭ വിരിച്ചു കിടന്നത് എല്ലാവരും, അവരവിടെ രാത്രി കിടക്കുന്ന ആ ഗുഹയ്ക്കകത്താണ്. അങ്ങനെ അതായത് പുല്ലുകളൊക്കെ വിരിച്ച് കിടക്കണ്ടേ, വിരിച്ച് കിടന്നത് എല്ലാവരും കൽപ്പിച്ചത് ഇങ്ങനെ നമ്മെ നോർത്തവർ എല്ലാം ഇങ്ങനെ പറഞ്ഞ് അവർ വിഷമിച്ച് കാണാൻ കിട്ടുന്നവരവർക്ക് വിഷമമല്ലേ, കണ്ടു കിട്ടിയില്ലെങ്കിൽ അവർക്ക് തിരിച്ച് ചെല്ലുന്നതിനൊരു ഭയമുണ്ട്. ഒന്നും ചെയ്യത്തില്ല, പക്ഷെ അവരെ ഒന്ന് ഭീതിപ്പെടുത്തി വിട്ടില്ല, അവർ ശ്രദ്ധിക്കത്തില്ല. അവർ തളർന്ന് ഇരുന്ന് കളയും, തിരക്കാൻ പോകത്തില്ല. ഇത് അവർ ഊർജിതം കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഇത് സമയം ഇങ്ങനെ പോകുന്നു, പക്ഷെ നമുക്ക് ഇനി 5-6 ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. ക്ഷമിക്കുക, എല്ലാവരും ഇത് ഇത് മനസ്സിലാക്കണം, ഉള്ള അറിവനുസരിച്ച്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇത്രയും എനിക്കിങ്ങനെ ഇരുന്ന് ചെന്നൂടാത്തൊരു കാര്യം, 1 മണിക്കൂർ അങ്ങനെ ഇങ്ങനെ ഇരുന്നൂടാ, നടുവ് ഇങ്ങനെ വാതുകൊണ്ട് നട്ടലിങ്ങനെ പിളർക്കുന്ന ഒരു അവസ്ഥയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ, എങ്കിലും എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് അറിയാമോ, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. കാരണം എല്ലാവർക്കും നന്നായി വായിക്കാൻ അറിയാം, നന്നായി ഇതിൽ കൂടെ ഇടുന്നുണ്ട്, ഞാൻ കേൾക്കുന്നതാണ്, അടിപൊളിയായിട്ട് വായിക്കും. പക്ഷേ അർത്ഥം ചിലർക്ക് അറിയത്തില്ലല്ലോ, അതിന് വേണ്ടി ഇഷ്ടമുള്ളതേ ഉള്ളൂ മക്കൾ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.